ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശു 2022 എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ. ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നില്ലേ, 2 വർഷമായിട്ടൊന്നും നടക്കാണ്ടൊക്കെ ഇരിക്കണം, അതെല്ലാം നടത്തി തരട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം, കല്യാണം, ജോലി എല്ലാം വിചാരിക്കണേക്കാളും നിனைക്കണേക്കാളും മനോഹരമാക്കി യേശുബ്രാൻ തരട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. എഫേസ്യർ 1:4. നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുത്തു. ഈ വചനം വായിച്ചപ്പോൾ എന്തേലും തോന്നിയോ? എനിക്ക് ഇപ്പോഴൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവുണ്ടെങ്കിലാണ് ഇത് മനസ്സിലാവുള്ളൂ. ആദ്യമൊന്നും എനിക്കിത് മനസ്സിലായേയില്ല. നമ്മളെ ക്രിസ്തുവേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മൾ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാട്ടോ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് ഇറിറ്റേഷൻ. തെരഞ്ഞെടുപ്പിന്റെ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ട് നമുക്കിതൊക്കെ മനസ്സിലാകുന്നത്. നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതിന് നമ്മൾ ക്രിസ്തു യേശുവിലാകുമ്പോൾ നിഷ്കളങ്കരും വിശുദ്ധരും ആകും. നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ല, എനിക്ക് ഏറ്റവും വലിയ കൊതിയാണ് ഒരു നിഷ്കളങ്കയാകണം എന്നുള്ളത്. നമ്മുടെ ആ ജഡ സ്വഭാവമില്ല, അതിനെ മരിപ്പിക്കണം എന്നൊക്കെ എന്നും ഓർക്കും. പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കും. എന്നാലും അത് ആ പരിപൂർണതയെ വരണ്ടേ. നമ്മൾ എല്ലാ മനുഷ്യരും നിഷ്കളങ്കരും വിശുദ്ധരുമായി സ്വർഗത്തിലെ ഭൂമിയിൽ യേശുപ്പനെ നമ്മളിൽ വസിച്ച് ലോകത്തെ സ്നേഹിച്ച് അത് കഴിഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ നമുക്ക് യേശുപ്പൻ്റെ കൂടെ സ്വർഗത്തിലും വസിക്കാൻ വേണ്ടിയാണ്. ഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മളോടുകൂടി വസിക്കണേ. അപ്പം നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും ആകും. അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഇതിന് വലിയ അർത്ഥമൊന്നും ഞാൻ വായിക്കുമ്പോൾ തോന്നില്ല, പക്ഷെ അതിന് ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. നമ്മൾ വചനം കേൾക്കാനും എല്ലായിടത്തും പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്താ, നമ്മളിപ്പോൾ എന്തേലും പോയി പള്ളി എല്ലാം, എൻ്റെ സ്വഭാവം ഇത്രയും കാലത്ത് പറഞ്ഞ കേട്ടോ, പള്ളി പോയി 5-6 കൂടുതൽ തിരികെത്തിച്ചു, കുറേ വഴിപാടിട്ടു, കൈക്കൂലി കൊടുക്കണ പോലെ. ദൈവം കൈക്കൂലിക്കാരനാണോ? എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചിൻക്ക് അത് തന്നെ ഇത് തന്നെ, എൻ്റെ അത് ഇത്, നമ്മുടെ ഒരു ലിസ്റ്റ് പറഞ്ഞു, കുറേ പൈസ ഇട്ടു, നേർച്ച നടത്തി. ഇത് മാത്രം ഇതാണോ ദൈവം? ആ കൈക്കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊന്നും തരില്ലേ? നമ്മളെ ലോകത്തിൽ സൃഷ്ടിച്ചേക്കണ തന്നെ നമ്മുടെ സന്തോഷത്തിൽ ജീവിക്കാനില്ലേ? നമ്മുടെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ദോഷികളായ നിങ്ങളെ മക്കളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിതാവായ ഞാൻ എത്രയധികം. അപ്പം നമ്മുടെ എല്ലാ നന്മയും നമുക്ക് വരുവാനും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ക്രിസ്തുവേശുവിനെ ഭൂമി തന്നെ. ആ യേശു അപ്പനിൽ വസിക്കുമ്പോൾ നമ്മൾ ലോകത്തിൽ ജയാളിയാകും. ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയുടെ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊന്നും ക്രിസ്തു എന്നാന്നറിയാൻ വളർന്ന ബൈബിള് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ, എൻ്റെ ആ ചാച്ചൻ്റെ അപ്പൻ മരിച്ചപ്പോൾ ഈ 10-40 ദിവസം ബൈബിള് തലയ്ക്ക് ഭാവത്തിലൊന്നും വായിക്കില്ലേ, അങ്ങനെ ഒന്ന് വായിച്ചോളൂ. അത് ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്കിങ്ങനെ മലയാളവും ഇംഗ്ലീഷും അറിയാൻ പാടില്ല. 5ാം ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിയിട്ട് വന്നു. അപ്പോൾ എനിക്ക് മലയാളം ഒരു വിഷയമല്ലേ മലയാളമുള്ളൂ, പിന്നെ ഇംഗ്ലീഷും പഠിച്ചില്ല, മലയാളവും പഠിച്ചില്ല. അങ്ങനെ ഒരു കുഴപ്പമായിപ്പോയി. ബൈബിള് വായിച്ചപ്പോൾ തെറ്റിപ്പോയി. ഞാൻ അറിയാൻ പാടാത്ത ഭാഗമൊന്നും വിട്ടു. കടിച്ചാൽ പൊട്ടില്ലാത്ത വാക്കൊക്കെ വന്നപ്പോൾ എൻ്റെ അപ്പൻ ബൈബിളൊക്കെ വായിച്ച് വലിയ ഉസ്താദാണ്. ബൈബിള് വായന കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് അങ്ങ് ചെന്ന് വിളി. എൻ്റെ ചാച്ചൻ ഇങ്ങനെ എഴുന്നേറ്റ് സ്പീഡിൽ വന്നതുകൊണ്ട് എനിക്കൊന്നും തോന്നില്ല. ഒറ്റയടി എൻ്റെ കർണക്കുറ്റിക്കിട്ട് ഒന്ന് ഓർത്ത് നോക്കി. അതായത് എൻ്റെ ചാച്ചൻ മിലിറ്ററി ഓഫീസറാണ്. എൻ്റെ ആ പൊന്നീച്ചയല്ല. ഞാൻ ഓർത്ത് ഇതിനൊക്കെ തലയ്ക്കെന്തോ പറ്റിയ. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ അഭിനന്ദിക്കുന്നതിനും അടുത്തടിക്ക് കൈ പോകുമ്പോൾ ഞാൻ കുനിഞ്ഞ് തലയെക്കുറിച്ച് ഓടി എൻ്റെ ജീവിതം. എൻ്റെ അപ്പം അതിപ്പോൾ ഞാൻ ബൈബിള് വായിക്കാതെ പോകും. ബൈബിള് വായിക്കാറില്ല. എനിക്ക് പിന്നെ ഈ VBSനൊക്കെ പോകുമ്പോൾ കുറേ കഥകളില്ലേ, ഈ 10 കന്യകമാരുടെ കഥകളും അങ്ങനത്തെയൊക്കെ. ഇതൊന്നുമല്ല, യേശുവിനെ പഠിക്കണം. അതെല്ലാ ജാതിയും പഠിക്കണം. ഭയങ്കര മാധുര്യമുള്ള. നമ്മൾ പഠിച്ചാൽ, നമ്മൾ യേശു ക്രിസ്തുവിനെ പഠിച്ചാൽ നമ്മൾ ലോകത്തിൽ ജയാളിയാകും, നമ്മൾ ലോകത്തിൽ ഉന്നതേ ശ്രേഷ്ഠയാകും, നമ്മൾ ഭയങ്കര ഉയർച്ച തന്നെ വരും നമുക്ക്. അത് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറ. ഇന്നിപ്പോൾ ഒരു കാര്യം, അത് ഞാനിപ്പോൾ വീഡിയോ പറഞ്ഞ ഒരു വീടിൻ്റെ കാര്യമാണ്. അപ്പം ആ വീടിനെ അറിയാവുന്നവർ പറയുക, ആ വീട്ടിൽ അതിൻ്റെ അപ്പനൊക്കെ ചെയ്തത് മക്കൾ ചെയ്തു. അപ്പോൾ ആ വലിയ അവസ്ഥയിലുള്ളവരാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു കഥ പറഞ്ഞ് ഞാനിപ്പോൾ കൂടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പം ചാക്കിൽ പൈസ കൊണ്ടുവന്ന് എണ്ണിക്കൊണ്ടിരുന്ന വലിയ ബാറൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യരുടെ കാര്യം പറയതേ. അപ്പം ഞാൻ ഓർക്കുക, ശാശ്വതമായിട്ടൊരു സന്തോഷമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് കുറച്ച് നാൾ പണക്കാരായിട്ടിരുന്നാൽ മതിയോ? പണം ഉണ്ടാക്കുന്നത് മാത്രം പോലോ. നമുക്ക് പണം തന്നെ ദൈവാന്യം ശാശ്വതമായിട്ട് നിൽക്കും. അപ്പം നമ്മുടെ മക്കളും നന്മ കാണും, അനുഭവിക്കുവാനും സാധിക്കും. ക്രിസ്തു യേശുവിലാക്കണം. അപ്പോൾ ക്രിസ്തു യേശുവിലായി നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരുമാകും. നമുക്ക് ഭൂമിയിലേക്ക് നമ്മൾ ഇരിക്കുന്നതിടെ ഒരു അനുഗ്രഹമാകും. സ്വർഗത്തിന് പോകാൻ പറ്റും. ഇനിയിപ്പോൾ സ്വർഗ്ഗം ഇല്ല എന്ന് ഓർത്തോ, കുഴപ്പമില്ല, ഭൂമിയിൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാമല്ലോ. ഇപ്പം ആ മരിച്ചു കഴിഞ്ഞ് സ്വർഗം ഉണ്ടെങ്കിലോ അവിടെയും കയറി പറ്റാം. അപ്പോൾ എല്ലാവരും മക്കളെ ക്രിസ്തു യേശുവിൽ, നമുക്കൊരാളെ ആരാധിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ട. ദൈവമായിട്ട്
എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ആ സ്വഭാവം വേണമെങ്കിൽ നമുക്ക് ആരാധിക്കാൻ ഒരു സ്വഭാവം വേണമെങ്കിൽ ഞാനൊക്കെ ഇപ്പോഴും ഞാൻ ആരാധിക്കണേ, യേശുവിനെ ആരാധിക്കാൻ വേറെ ആർക്കുണ്ട് ഈ യോഗ്യത? സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകി ഉമ്മ വെക്കണേ ഏത് ദൈവത്തെ കാണിച്ചു തരാൻ പറ്റും? ആ ഉമ്മ വെച്ച ഒരു ശിഷ്യനാണ് ഒറ്റിക്കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് ഒറ്റിക്കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ആ കാല് കഴുകി ഉമ്മ വെച്ചു. ഒന്ന് ഓർത്തു നോക്കുക. കംപ്ലീറ്റ് പേരും മരിച്ചു ഉയർപ്പിച്ച ലാസർ മുതൽ എല്ലാവരും ഒരു മനുഷ്യൻ യേശുവിനെ ഏറ്റു പറയാൻ വന്നില്ല. അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ യേശുവിനെ ഏറ്റു പറഞ്ഞ് മേടിക്കാനോ യേശുവിന് ഒരു വാക്ക് അനുകൂലപ്പെടാനോ വന്നില്ല. അപ്പോൾ നമ്മുടെ യേശുവിൻ്റെ സ്നേഹമാണ് ആ മനുഷ്യൻ നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളിലേക്ക് ആത്മാവായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ വന്ന് വസിക്കുക. യേശുവിനെ പറ്റി ഒന്ന് പഠിച്ചു നോക്കിക്കേ, യേശുവിൻ്റെ സ്വഭാവം പഠിച്ചു നോക്കിക്കേ. ഞാൻ സൗമ്യതയും താഴായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിന്. ഏത് ദൈവമുണ്ട് ഇങ്ങനെ പറയാൻ? സൗമ്യതയും താഴായ്മയും ഉള്ളവനായാൽ, അല്ലാണ്ട് ഗർജിക്കുകയല്ല ചെയ്യണേ. അത് പാപികളെ തേടി വന്നെ. പാപികളൊക്കെ എപ്പോഴും നമുക്ക് അവൻ കണ്ടില്ലേ, അവര് ആ സ്ത്രീ അങ്ങനെ ചീത്തയായിട്ട് നടക്കുക, ആ മനുഷ്യൻ അങ്ങനെ. ഈ പാപികളെ തേടി നടക്കണം ദൈവമുണ്ടോ? തേടി നടന്ന് രക്ഷിക്കണേ. അപ്പൊ ഈ യേശുവിനെ ആരാധിക്കുമല്ലോ. ഇങ്ങനെ വേറെ വല്ലയിടത്തും ദൈവത്തിന് ഏതെങ്കിലും മതത്തിലുണ്ടോ? ഇത് മതത്തിന്റെ ദൈവമല്ല, ലോകത്തിന്റെ രക്ഷകന. പാപികൾക്കും അല്ലാത്തവർക്കും സകലർക്കും ആരാധിക്കാൻ ആ സ്വഭാവത്തില് ദൈവത്തിന്റെ സ്വഭാവം വ്യക്തതയെ കാണിക്കും. ഒരു മനുഷ്യർക്ക് ഇതൊന്നും പറ്റില്ല, അസാധ്യ മനുഷ്യർക്ക്. അതുപോലെ എല്ലാ മനുഷ്യർക്കും കുഷ്ഠരോഗി അതിനെയൊക്കെ സൗഖ്യപ്പെടുത്താം. പണ്ടിങ്ങനെ നമ്മൾ റോഡരികിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന് അതിൻ്റെ അടുത്ത് വന്ന് തൊട്ട് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്ക്. അതാണ് യേശു എന്ന് പറഞ്ഞ ഒരു മഹാ അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരേ ഒരു അത്ഭുതമുള്ളൂ. ലോകത്തിന്റെ ചരിത്ര പുരുഷനായ യേശുമ്പരൻ. അപ്പൊ ആ ചരിത്ര പുരുഷനെ പഠിച്ചാൽ നിങ്ങളുടെ കുടുംബവും, നീ രക്ഷപ്പെട്ടാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആദ്യം നമ്മൾ രക്ഷ പ്രാപിക്കുക, അത് കഴിഞ്ഞ് നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടിയുടെ അതിമനോഹരമായ ഒത്തിരി രസമുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ യേശുമ്പരൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മുടിയുടെ കാര്യം പറയുക, ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. പുറമേയുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ മാറ്റി നമ്മൾ മുടി നല്ല സോഫ്റ്റ് ആക്കി വിടും. അതിന് പുറമേ ഉള്ളൂ. തലേന്ന് കിളുത്ത് വന്നത് സോഫ്റ്റായി നന്നായിട്ട് തിക്കായിട്ട് വന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മൾട്ടി വിറ്റാമിൻ കഴിക്കാം. മുടി പൊട്ടലുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി വരാണ്ട് പൊട്ടില്ല. ഹെൽത്തി ആയ മനുഷ്യന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയേ വരുള്ളൂ. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടോ, ഹീമോഗ്ലോബിൻ ഉണ്ടോ, അതൊക്കെ ടെസ്റ്റ് ചെയ്യുക. മക്കളെയൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവരും വരുമ്പോൾ പറയും എൻ്റെ അമ്മയ്ക്ക് മുടിയില്ലായിരുന്നു, അത് കാരണം എനിക്ക് അമ്മ മൾട്ടി വിറ്റാമിൻ കഴിക്കാത്തതിൻ്റെ കുഴപ്പമിപ്പം എന്നാ ചെയ്യാൻ പറ്റും? പാരമ്പര്യം ഒന്നുമില്ല, നമുക്ക് എല്ലാത്തിനും റെമഡീസ് ഉണ്ട്. അപ്പൊ നമുക്ക് മുടിയൊക്കെ എപ്പോഴും നമ്മുടെ നഖം വളരേണ്ട മുടിയും വരും. നഖമൊക്കെ പൊട്ടിപ്പോയ കാൽസ്യം ഗുളിക കഴിക്കലല്ലേ, അതുപോലെ മുടി പൊട്ടുമ്പോഴും നമ്മൾ പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. അപ്പൊ ആരോഗ്യം നോക്കണം. നമ്മുടെ മാത്രം പോലെ മക്കളുടെയും എല്ലാത്തിനെയും നോക്കണം. നല്ല ഷാമ്പു, കണ്ടീഷണർ, സിറം ഒക്കെ തേക്കണം. പിന്നെ നമ്മുടെ നാച്ചുറൽ ആണെങ്കിൽ ചെമ്പരത്തിത്താളി നല്ലതാ. ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് ഉലുവ അരച്ച് തല കഴിയാൻ നല്ലതാ. പിന്നെ താരനുണ്ടെങ്കിൽ രാത്രി തല നനയ്ക്കരുത്. താരന് മൾട്ടി വിറ്റാമിൻ കഴിക്കുമ്പോഴേ താരം മാറും. ഇടയ്ക്കിടയ്ക്ക് സ്പാ ചെയ്താൽ മുടിക്ക് ഒത്തിരി നല്ലതാ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ കാണാം. മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. വലിയ പ്രായമൊന്നുമില്ല, പക്ഷെ മുടിയുടെ അവസ്ഥ ഇല്ല. ഇത് നോക്കിക്കേ, ഒന്നും ചെയ്തിട്ടില്ലാത്ത മുടിയാട്ടോ. ഇങ്ങനെ മുടിയുള്ളവരെ ദുഃഖിക്കണ്ട. മുടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രായത്തിലും വളരവും നീളവും ചെയ്യും. യേശുവിന്റെ കറിയാല് ഇത് പനങ്കല, നിങ്ങളത് പറയുമ്പോൾ ചിരിക്കണ്ട കേട്ടോ. ഇത് ഇപ്പൊ ഒട്ടനെയല്ല പനങ്കലയാണ്. ആഫ്റ്റർ കെയർ ഷാമ്പൂ, കണ്ടീഷണർ, സിറോ ഇട്ട് കുറെ നാൾ 5-6 മാസം കഴിയുമ്പോൾ മൾട്ടി വിറ്റാമിൻ ഗുളികയും കഴിച്ച് കഴിയുമ്പോൾ തലേന്ന് നിറച്ചുണ്ടാവും. ഇതിന് പൊട്ടിക്കീറുമില്ല. ഇതിപ്പോൾ എണ്ണയൊക്കെയുള്ള കാരണമായിട്ട് എങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇതിന്റെ അവസ്ഥ കണ്ടല്ലോ, ഒന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം. അപ്പടി ഇപ്പം തന്നെ വന്നോളൂ, കഴിയില്ല, പൊട്ടിയൊക്കെ ഇരിക്കണുണ്ടോ. അപ്പൊ ഈ മുടി നിങ്ങൾ വിശ്വസിക്കില്ല, അതുപോലെ മനോഹരം. ഇങ്ങനെ മുടി കുറവുള്ളവർക്ക് ശരിക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് കാണുമല്ലോ. വിഷമിക്കണ്ട. ഇപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ദൈവം അനുഗ്രഹിച്ചിട്ടല്ലേ കണ്ടുപിടുത്തം സാധിച്ചത്. അപ്പൊ ഈ പ്രായത്തിൽ ഇത്രയും മുടി പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെഫിഷ്യൻസി ആയിരിക്കണം, കോമൺ സെൻസ് ചിന്തിക്കാൻ. അല്ലാണ്ട് മുടി ഇങ്ങനെ പോവില്ല. അപ്പം അതൊക്കെ നോക്കി പരിഹരിക്കുമ്പോൾ മുടി പനങ്കുലയായി. ഇതിപ്പോ എന്തായാലും 4 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ സൗന്ദര്യം കാണണ്ട. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ആള് മാറിപ്പോയി അല്ലേ. അത് വലിയ ഹാപ്പിയാട്ടോ. ഈ മോള് പറയുക, പണ്ട് ഇതിന്റെ മുടി തലയുടെ ഉള്ളിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആ മുടിയുടെ അവസ്ഥ വന്നാ
ഇത്രേ അവസ്ഥ ശോചനീയമാകണ വരെ അനങ്ങാണ്ടിരുന്നേ. എന്നിട്ട് പറയും എൻ്റെ അമ്മയ്ക്ക് മുടിയില്ല. നമ്മുടെ കുഴപ്പമില്ല, അമ്മമാര് കിട്ടിയാലും ഗുളിക കഴിക്കാതെ നമ്മുടെ കുഴപ്പമാണോ? നമുക്ക് പണ്ട് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. ഞാൻ മുടി എപ്പോഴും കാണും. മുടി കൂടിയാൽ നിങ്ങളപ്പോൾ ഡോക്ടറെ കാണാം, രക്തമൊക്കെ ഒന്ന് പരിശോധിക്കുക. ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞില്ലേ, ഇതേ ഇപ്പൊ നോക്കിക്കേ, ഹോസപ്പ് കാണിച്ചതേ ഇത് ഭംഗിയായില്ലേ യേശുവിന്റെ കൃപയാല്. ആശാത്തി വലിയ കൃഷിക്കാരി കേട്ടോ, വലിയ പുലിയാ. നമ്മള് വിചാരിക്കണ പോലെയല്ല. മീനാട് ഒത്തിരി സാധനമുണ്ട്, കോഴി, താറാവ്, ഒത്തിരി സംഭവമുണ്ട്. ആള് ഭയങ്കര പുലിയാ. സാധാരണ പണി പോലെയല്ലോ, അതൊക്കെ ഭയങ്കര കഴിവുള്ളവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര പുലിയാ. അപ്പൊ മുടി സൂപ്പറായി. അതേക്കൂടെ നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും മുടി ഉള്ളുണ്ടായിരുന്നേ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഞാൻ ഇത്ര ഉണ്ടാവുന്ന ഞാൻ വെട്ടിയതാ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുമ്പോ ഒരു 2 മാസം കൂടുമ്പോ വെട്ടി 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 ഈ ഉള്ളു ഇനി താഴത്തായിട്ട് പെട്ടെന്ന് ഉള്ളി വരും. ഈ മേളിൽ നിന്ന് കെത്തു വന്നതൊക്കെ ഭയങ്കര നല്ല ഉള്ളി വരും. പക്ഷെ എന്ത് ഭംഗിയായില്ലേ. അപ്പൊ മുടിയില്ലാത്തവരുടെ ബത്ത ശ്രദ്ധിക്കാം. ഇപ്പൊ വേണ്ട മുടിയായില്ലേ നോക്കി. അതെ സൂപ്പറാണ്. ഒന്നാമത് സുന്ദരിയാണ്. അതിന്റെ കൂടെ മുടിയും കൂടെ ഇങ്ങനെ വന്നപ്പോ സൂപ്പറായില്ലേ, അടിപൊളി. കൊച്ചു ഹാപ്പിയാണ്. ഇഷ്ടപ്പെട്ടില്ല അപ്പൊ കൊച്ചു ഹാപ്പിയാണ്. നമുക്ക് ആ മുടി ഇനി ഇല്ലെന്നൊന്നും ആരും പറയില്ല. ഇനി പറയും നിനക്ക് പണ്ട് ദൂരം മുടി ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്ത എന്റെ മുടി ഇങ്ങനെ ആയെന്ന് പറയാം നമ്മുടെ ആൾക്കാര്. വന്നപ്പോഴത്തെ അവസ്ഥയൊന്നും ആരും പറയില്ല കേട്ടോ. ഞങ്ങൾക്ക് പണ്ട് ദൂരം മുടിയായിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തു. നല്ല രസമായിട്ട് യേശുവിന്റെ കൃപയാക്കിട്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. വിറ്റാമിനൊക്കെ കഴിച്ചാൽ നല്ലത്. പറയണ പോലെ അനുസരിക്കുന്നവർക്കൊക്കെ മുടി ഉണ്ടാകണ്ട കേട്ടോ. മൾട്ടി വിറ്റാമിനൊക്കെ എടുത്താൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. പിന്നെ കൊറോണ ഒന്നും വരുവോ ഇല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ. അപ്പോൾ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നൊസ്റ്റാൾജിയല്ല ഈ മുടി പിന്നലൊക്കെ കണ്ടിട്ട്. പണ്ട് സ്കൂളിൽ 2 പിന്നെ ഇതിൽ ഇരട്ടി ഓരോ മനുഷ്യർക്കും ഉണ്ടായിരുന്നല്ലേ കാലത്തിന്റെ പുരോഗതി. പിന്നെ ഒരു വസ്തുവായിട്ടാട്ടോ പിന്നെ ഇട്ടേക്കണേ. ഇതൊക്കെ ക്ലോസപ്പ് കാണിച്ചാലേ മുടിയുടെ അവസ്ഥ. ഇനി ഇത് കണ്ടോ, പൊങ്ങി പൂടെയൊക്കെ പൊങ്ങി. ഇനി ഇത് യേശുവിന്റെ കൃപയാല് പരസ്യത്തിനെ വെല്ലണ മുടിയായി യേശുപുരാനാക്കിട്ട്. അപ്പൊ എല്ലാരും ചോദിക്കും ഇത് ദൈവം തന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാവോന്ന്. ദൈവം തന്ന പല്ലൊക്കെ നമ്മള് ക്യാപ്പിടുന്നില്ലേ, അത് തന്നെ ഇത്. ദൈവം തന്നെ പ്രൊട്ടക്ട് ചെയ്യണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവം തന്ന പല്ലെന്ന് പറഞ്ഞ പല്ലിന് നോക്കാൻ ക്യാപ്പിടില്ലേ, സെയിം ട്രീറ്റ്മെന്റ്. അതുപോലെ ഇതിന്റെ ടെസ്റ്റർ മാറ്റണം. ഇതിങ്ങനെ കംപ്ലൈന്റ് ആയിട്ടില്ല. നല്ല മുടിക്കാരൻ ആരും ചെയ്യണ്ട കേട്ടോ. നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഗ്ലോ ഉള്ള മുടി എന്തിനാ ചെയ്യണേ? ചുരുണ്ടതായാലും അല്ലാത്തതായാലും സിൽക്കി ഗ്ലോ ആയിട്ട് മുടി ചെയ്യണ്ട. ഒരു 10-30 വയസ്സ് കഴിയുമ്പോഴത്തേനും മുടി ഇങ്ങനെ പൊട്ടിപ്പൊടിയുക. അപ്പൊ ഇങ്ങനെ അപ്പൊ പണ്ടൊക്കെ അത്രയും നേരത്തെ ഇങ്ങനെ പൊട്ടൂലായിരുന്നു. എല്ലാവരുടെയും കൊച്ചു പിള്ളേരുടെ വൈറ്റ് ഹെയർ എന്നാലും ഇപ്പൊ നമ്മുടെ പുറമെ ഞങ്ങളിപ്പോ സൂപ്പറാക്കി തരും. ഉള്ളു നിങ്ങൾ ഡ്രൈനസ് മാറ്റേണ്ടത് മെയിൻ ഗുളികയോ ഡോക്ടറെ കാണാൻ സിംഗോവൈറ്റോ ഇമ്മ്യൂമൻ ഇതൊക്കെ ഞാനെല്ലാം എന്റെ ഭാര്യയിലുണ്ടാണ് ഈ ഗുളിക പോലെ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മാറി മാറി കഴിക്കാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് മതി കേട്ടോ. അപ്പം ശരിയെന്നാ. മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മക്കളുടെ മുടി ഞാൻ ഒത്തിരി നല്ല പാടാന്ന് കിട്ടാണെങ്കിൽ എന്റെ അമ്മോ, പക്ഷെ സോഫ്റ്റ് ആയി കിട്ടി. ഇത് തലമുടി കുറയ്ക്കുന്ന ഇത് കണ്ട, ഇതിലൊത്തിരി ഉള്ളുണ്ടായിരുന്നായിരുന്നു. ഉള്ളൊക്കെ പോയപ്പോ ഇപ്പൊ ആശാത്തി മൾട്ടി വിറ്റാമിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ നല്ല ഉള്ളുണ്ടായിരുന്നായിരുന്നു നേരത്തെ. അപ്പൊ നമ്മുടെ ഓർക്കും ഉള്ളുള്ള മുടിയൊക്കെ ഉള്ളു പോകുമ്പോ നിങ്ങളപ്പോ ഈ മുടി പോകുമ്പോ വിറ്റാമിൻ ഗുളിക കഴിച്ചു തുടങ്ങണം കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പേടിയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വിറ്റാമിൻ ഗുളിക കഴിക്കുക. കഴിച്ചില്ലെങ്കിൽ ഫ്രസിയായി പൊട്ടിപ്പൊളിഞ്ഞ് എന്നിട്ട് പാരമ്പര്യമാണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. പാരമ്പര്യം അന്ന് ഒരു മൾട്ടി വിറ്റാമിൻ കഴിക്കാത്ത വല്ല കുഴപ്പമാണോ? പാരമ്പര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ടത് എല്ലാത്തിനും റെമഡീസ് ഇല്ലേ. അപ്പൊ അതൊക്കെ ഉപയോഗിക്കണം. ഇത് ഭംഗിയാല് ഇപ്പൊ പരസ്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ പരസ്യത്തിലെ മുടി പോലെ ആകുമെന്ന്. ഇപ്പൊ പരസ്യത്തിൽ കാണേക്കാളും ഭംഗിയില്ല, പരസ്യത്തിലെ മുടി പോലെയാണ്. ഇത് രസമല്ലേ. യേശുവിന്റെ കൃപയാൽ അതിമനോഹരായി സോഫ്റ്റ് ആയി കിട്ടി. ഡ്രസ്സറൊന്നും തേച്ചേയില്ല. അതെ സോഫ്റ്റായി. ഇനി അറ്റം ഒന്ന് വെട്ടണം. പിന്നെ നമ്മള് മുടി 2-3 ദിവസം കഴിയുമ്പോ ഫ്രണ്ടൊക്കെ ഒന്ന് ആദ്യത്തെ കഴിക്കുന്ന ഒട്ടിച്ചിലൊന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ആ മൂടും ഒക്കെ എല്ലാവരുടെയും പ്രോബ്ലം ഈ നെറ്റിയുടെ ഇവിടെ കയറല. അപ്പൊ ഇങ്ങനെ കയറ്റി വെക്കരുത് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുമ്പോ ഇങ്ങനെ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് തിരിച്ചപ്പോ ഇച്ചിരി പൊങ്ങി. ഇങ്ങോട്ടൊക്കെ മറിച്ചൊക്കെ ഇട്ട് ഇച്ചിരിയൊക്കെ കുറച്ച് ദിവസം 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ഇച്ചിരി പൊങ്ങും. ഒരാഴ്ച കഴിയുമ്പോ കൂടുതൽ ഭംഗിയാവും.
അപ്പം അങ്ങനെയൊക്കെ കെയർ നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞത്. അപ്പൊ ഫങ്ഷൻ ചെയ്യേണ്ടവരൊക്കെ ഒരു 3 ആഴ്ച മുമ്പ് ചെയ്തോട്ടോ. എന്റെ തല ഇപ്പൊ ചെയ്യാറായി. ഞാൻ ഈ ഭയങ്കര തിരക്കായത് കാരണം എന്താ ചെയ്യാത്ത, എനിക്കത് കാരണം എന്താ അസ്വസ്ഥയാണോ എല്ലാരും ചോദിക്കും എനിക്ക് എന്നാ പറ്റിയെന്ന്, മുഖം വല്ലാണ്ടായിരുന്നു. അത് അങ്ങനെ പറയുമ്പോ എനിക്ക് പൊടി ചെയ്യാറായെന്ന് അറിയാം. അപ്പം ഇത് അതിമനോഹരായി. മോളെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്നാട്ടോ കേട്ടെ. ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. ആ ശക്തി മുടിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെയാട്ടോ വന്നേക്കാം. ഇത് അപ്പടി നല്ല എണ്ണയൊക്കെ ഉണ്ട്. പൊട്ടി ഇതേ ഉണ്ടാവും. ഇതെല്ലാരും അവിടെ തലയിൽ തെളിച്ചു തന്നെയാണ്. തെളിച്ചു തന്നെയെന്നല്ല, ഭയങ്കര തിക്ക് ഹെയർ ആണെന്ന് പറഞ്ഞേ. അത് നമുക്ക് ഈ മുടിയുടെ നേച്ചറിലാണ് പറയുന്നത്. തിക്ക് ഹെയറിന്റെ ആണ്. അപ്പടി മൂടിയും പോയതാ. ഇത് വൃത്തിയാട്ടത്. കൈ ഇങ്ങനെ തൂക്കിയിടാൻ ഞാൻ തൂക്കണില്ല, കൊച്ചിന് വേദന എടുത്താലോന്ന്. ആദ്യം പ്രശ്നസ് കാണുമ്പോൾ നമ്മൾ വെള്ളത്തിനെയും കാറ്റിനെയും ഷാമ്പൂനെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉള്ളിലത്തെ ഇതാക്കാം. അതുപോലെ ഇത്രയും തിക്ക് ഹെയറാ. ഇവിടെയൊക്കെ തലയോട്ടിയൊക്കെ കണ്ടോ. ഇതൊക്കെ ശരിയായിക്കോളും. നിറച്ച് മുടിയായി സൂപ്പർ മുടിയാകും. ഏഷ്യന്റെ കൃപയാൽ അതിമനോഹരമാണ്. കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ ഒക്കെ ഉണ്ട കെട്ടി നടന്ന ആളെങ്കിൽ ഫുൾ അഴിച്ച് കാണുമ്പോ എന്നാ സ്റ്റൈലാണ് നോക്കിയിട്ടുണ്ട്. അടിപൊളി. ഇത് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു പറഞ്ഞാൽ. ഇവിടെ നല്ല ഉള്ള, ഇങ്ങോടെ ഉള്ളിലാത്തത് അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കെയർലെസ് ആയിട്ട്. ഇത്രയും നല്ല മുടിയൊക്കെ ദൈവം തരുമ്പോ അത് കെയർലെസ് ആയിട്ട് കരുതരുത് കേട്ടോ. എല്ലാത്തിനും വിലയേറിയതായിട്ട് കരുതണം. എന്തും ദൈവം തന്നത് വിലയേറിയതായിട്ട് അതിനെ സ്നേഹിക്കുമ്പോൾ അതിന് ബലം ഉണ്ടാകും. എന്നോട് എപ്പോഴും പരിശുദ്ധാത്മാവ് പറയാ, എന്തിനെ സ്നേഹിക്കാൻ. എനിക്ക് അടുക്കപ്പണി ഇഷ്ടമല്ല. അപ്പൊ നീ അതിനെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കുന്നവർക്ക് സ്നേഹിച്ച് പണിയുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ജീവിതമൊക്കെ എങ്ങനെയാ, നമ്മളെല്ലാം സ്നേഹിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടാലും മക്കൾ എന്ത് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ലോ. അതുപോലെ അത് ഞാനിപ്പോ ഇതിനോടനുബന്ധിച്ച് പോകുമ്പോ പറഞ്ഞല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിനെയൊക്കെ സ്നേഹിക്കാൻ ഹെയറിനെയൊക്കെ ആർക്ക് സമയമില്ലല്ലോ. കുളിക്കാൻ സമയമില്ലേ. അപ്പൊ ഷാമ്പൂ കണ്ടീഷണർ സിറോ ഒക്കെ നല്ല സൂപ്പർ കമ്പനിയുടെ ഇട്ടാൽ മതി. പിന്നെ കൂട്ട് മൾട്ടി വിറ്റാമിൻ ഗുളികയും കഴിക്കണം. അത്രേ ഉള്ളു കാര്യങ്ങൾ. അപ്പൊ ഇനിയിപ്പോ കൊച്ചിനെ അഴിച്ചിടാം. കൊച്ചു നല്ല മുടി. അപ്പൊ അത് ശ്രദ്ധിക്കുമ്പോ ഏത് പ്രായത്തിലും മുടി ഉണ്ടാവുമല്ലോ. ഭയങ്കര പോലെ ഏത് പ്രായത്തിലും മുടി ഉണ്ടാവും. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ D3 ഉണ്ടോ ഹീമോഗ്ലോബിൻ ഉണ്ടോ ഒക്കെ ചുമ്മാ നടക്കി ടെസ്റ്റ് ചെയ്തേരെ. പിന്നെ മൾട്ടി വിറ്റാമിൻ ഡോക്ടറെ കണ്ടിട്ട് വേണമെങ്കിൽ കഴിക്കാൻ. അപ്പൊ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാരും ശാന്തശീലം. എന്റെ ശബ്ദം കേട്ടവര് പേടിച്ചു. അപ്പൊ ശരി. എന്താ ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മുടി ഒന്ന് കാണാം. നല്ല മുടിയൊക്കെ ആട്ടോ. കൊച്ചിന് വൃത്തിയാ. ഇങ്ങനെ കൈയിട്ടൊക്കെ എന്റെ കൈ ഇവിടെ തൂക്കിട്ടോ. നല്ല ചുരുണ്ട നല്ല മുടിയൊക്കെയാ. ഹെയറൊക്കെ രസാ. ഇത് സോഫ്റ്റ് ആയി കിട്ടുവാണെങ്കിൽ കേളും രസാ. പക്ഷെ ഫ്രഷ്നെസ് ആണ്. ഈ പ്രായം തീരെ കുഞ്ഞി കൊച്ചാ. ഫ്രഷ്നെസ് തന്നെ കൂടൂല. പിന്നെ മുടി പൊട്ടും. പിന്നെ വൈറ്റ് ഹെയർ വരും. ഒട്ടന്നെ മൾട്ടി വിറ്റാമിൻ കൂടി കഴിക്കണം. ഫ്രഷ്നെസ്സേ കൂടൂല. പേഷ്യന്റ് റിവ്യാലി ഇത് അതിമനോഹരമാണ്. കാണിച്ചാട്ടോ. പൊട്ടി ഒന്ന് ക്ലോസപ്പ് കാണിച്ചാൽ നല്ല പൊട്ടിയിട്ടിരിക്കുന്നതാ. പൊട്ടലൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ. നോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് കണ്ടോ, അടിപൊളി മുടിയാക്കാം. നമുക്ക് ദൈവം ഇത്രയും മനോഹരമായത് തന്നത്. ഇത് കണ്ടോ, അടിപൊളി. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയി, ഭയങ്കര ഫ്രസി എന്ന് വെച്ചാ ഇത് കണ്ട പോലെ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ അടിയൊക്കെ ഇപ്പൊ കഴുകിയപ്പോ പോലെ ഭയങ്കര പാടാ. ഫ്രസിയാണ്. ഇത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് സ്പായിട്ട് നന്നായിട്ട് സിറയിട്ട് ഷാമ്പൂ ഒക്കെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഈ മുടിനെ ഒന്ന് ശരിയാക്കി എടുക്കണം. അതിൽ ഏറ്റവും ഉപരി അല്ല ഒമേഗ3 ഡ്രൈനെസ്സിന് അല്ല മെയിൻ ഗുളിക എന്തെങ്കിലുമൊക്കെ കഴിച്ച് പിന്നെ D3 ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത്രയും ഫ്രസി ആകാൻ ഇത്രയ്ക്ക് കൊച്ചല്ലേ, ഒട്ടും പ്രായമില്ല. പക്ഷെ ഇത്രയും ഫ്രസി ആകണ്ടല്ലോ. അപ്പൊ അതിനെന്താ ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റിസൾട്ട് ഞാൻ പറഞ്ഞ പോലെ വല്ലാണെങ്കിൽ എനിക്ക് 500 രൂപ കൺസൾട്ടേഷൻ ഫീസ് ആണെന്ന് കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി വ്യാജ ഡോക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി ടെസ്റ്റ് D3 ഒക്കെ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത് ഏറ്റവും ഞാൻ നോക്കി കണ്ടോ. കുറെ വെട്ടിക്കളഞ്ഞു ഇവിടെ. കുറെയൊക്കെ ആയ കുറെ നിങ്ങൾ വെട്ടിക്കളഞ്ഞ
ഇത് മതി. ഇത് ഉള്ളത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കട്ടെ. നീളം വെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ നീളം വെട്ടിക്കാണാം. ഇതിപ്പോ പെട്ടെന്ന് നീളൂ. ഇനിയിപ്പോ ഇതിങ്ങനെ ചെയ്ത് എപ്പോഴും സ്പായും ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് നീളൂലോ. അപ്പൊ ഇതാണ് ഇഷ്ടപ്പെട്ട മോളെ. ഫ്രണ്ടൊക്കെ ഇച്ചിരി അടുത്ത ദിവസം വരുമ്പോ ഇച്ചിരി തുടങ്ങിയ ഈ മോള് ഹെയർ മേക്ക് ഓവർ വന്നാ ഇത് മുഖം കാണിക്കില്ല കേട്ടോ. ഈ മുടി ഇത് കഴിഞ്ഞ വർഷം ചെയ്തതാണെന്നാ പറഞ്ഞ. ഇവിടെ ഇങ്ങോട്ട് വെച്ച് ഹാഫ് ഏതാണ്ട് ചെയ്യാണ്ട് കേളോ ആകെ പ്രശ്നമായിപ്പോയി. നമ്മൾ കേളിങ്ങനെ കുറച്ചുകൂടെ ചെയ്തിട്ട് കേള് ചെയ്തില്ലെങ്കിലേ ഇവിടെ ഭയങ്കര സോഫ്റ്റ്, ഇവിടെ ഫ്രിസി അപ്പോഴത്തെ കൊച്ച കേളെല്ലാം വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു. ഒരു വർഷം മുമ്പ് ചെയ്താന്നാ പറഞ്ഞേ ഈ മുടി. പക്ഷെ ഇത് കണ്ടിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമുക്ക് യേശുവിന്റെ കൃപയാൽ ഇത് അതിമനോഹരാകണ കാഴ്ച കാണാം കേട്ടോ. ഇതിപ്പോ ഒന്നും അല്ലാത്തൊരവസ്ഥയില. ചെയ്ത മുടിയാണെന്നും പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ എത്രയും ഇങ്ങനെയൊക്കെ കിടക്കണം. ഇതൊക്കെ ചെയ്ത് ആഫ്റ്റർ കെയർ ഷാമ്പൂ കണ്ടീഷണർ സിറോ ഒക്കെ തേച്ചോണ്ടിരുന്ന നല്ലതാട്ടോ. ഇങ്ങനെ എന്നാലൊക്കെ ഭംഗി കിട്ടുള്ളൂ. ഇതിപ്പം മൊത്തത്തില് ഈ എണ്ണയൊക്കെ തേച്ച് കുഴമ്പൻ രൂപാക്കി. ഹെയറിന്റെ ടെക്സ്ചർ മാറ്റും നമ്മളിത് ചെയ്യുമ്പോ. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ എണ്ണ തേക്കുമ്പോ കുഴമ്പ് പോലെയാവും. മറ്റേ നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുമ്പോ ഒന്നും എണ്ണ തേക്കുമ്പോ ഒതുങ്ങും, അങ്ങനെ ഭംഗി കിട്ടില്ല. പിന്നെ ഒരു വേറൊരു ലുക്ക് വരും. അത് സിറോ ഒക്കെ തന്നെ യൂസ് ചെയ്യണം. ഷാമ്പൂ കണ്ടീഷണർ സിറം. എണ്ണ തേച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എണ്ണ തേച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്പാ ഇടുമ്പോ നറിഷിംഗ് ക്രീം അല്ലേ, സ്പായൊക്കെ കണ്ടീഷനൊക്കെ സൂപ്പറാണ്. അപ്പൊ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച യേശുവിന്റെ കൃപയാൽ 4 മണിക്കൂറേപ്പൊ കാണാതെ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇവിടെയൊക്കെ ചെയ്തതാണ് കേട്ടോ. അവിടെ ഒന്നുകൂടെ നമ്മളൊന്ന് പിടിച്ചു. മുടി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നല്ല മുടിയാ. പക്ഷെ ഇങ്ങനെ നമ്മൾ പൊട്ടുമ്പോഴും നമ്മളിങ്ങനെയൊക്കെ വരുമ്പോ ഒന്നും ശ്രദ്ധിക്കില്ല കേട്ടോ. ചിലത് പറയും ഈ പ്രായമാകുമ്പോ അങ്ങനെ ഒന്നും കേട്ടെ ചത്താലും ചമഞ്ഞു കിടക്കണം എന്നാ പറയണേ. മുടിയൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ദൈവം തന്നെ നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് ഇത്ര ഭംഗിയുള്ള സാധനമൊക്കെ ദൈവം നമുക്ക് ഇത്ര മനോഹരമായിട്ടാണ് മുടിയൊക്കെ തന്നേക്കണേ. ഇനിയൊക്കെ പരിപാലിക്ക് അതൊക്കെ ഈ ഷാമ്പൂ കണ്ടീഷണർ സിറം മൾട്ടിവിറ്റാമിൻ ഗുളികയും ഒക്കെ കഴിക്കൊട്ട് പ്രായമൊന്നുമില്ല. വൈറ്റ് ഹെയർ ഒക്കെ ഉണ്ട്. അതാണ് പ്രശ്നം. അത് വേണ്ട മുടിയായി. ഇനി ഇതൊന്ന് പരിപാലിച്ചാൽ മതി. ഇതേ പരസ്യത്തിൽ കാണാൻ പോലെ മുടിയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ട മുടിയൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ മുടിയുണ്ട്. ഇഷ്ടപ്പെട്ടോ അപ്പ? എന്നാട്ടോ പറഞ്ഞ സൈലന്റ് വാലി ആട്ടോ. മുഖം പിടിക്കേണ്ടെന്ന് പറഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നായിരുന്നേ. അപ്പൊ ഈ മുടി ഇത് നല്ല എണ്ണയൊക്കെ തേക്കണം വെച്ചാ കഴുകി കഴിയുമ്പോ എന്റെ ഇതാ പറയാ. ഇപ്പൊ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഇതൊക്കെ നമ്മൾ ഈ പൊട്ടിപ്പൊളിയാന്ന് പറയുമ്പോ നമുക്കൊരു പ്രായത്തിലൊക്കെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ വിറ്റാമിൻ ഗുളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാം, ഡോക്ടറെയൊക്കെ കണ്ട്. അല്ലെങ്കിൽ നഖവും മുടിക്കൊക്കെ കൊള്ളൂല. ഇതിപ്പോ നല്ല എണ്ണയൊക്കെ ഉണ്ട്, ഫ്രിസിയ നിറച്ച എണ്ണയൊക്കെയാ. ഇത് കഴുകി കഴിയുമ്പോ അടുപ്പ ഞാൻ മുകളിൽ പൊക്കിയില്ലേ, അതുപോലെയാണ് അവസ്ഥ. അപ്പോ ഇതിന് കേളൊന്നും വേണ്ടെന്നാ പറഞ്ഞേ. കേള് കണ്ട് കൊതി മാറിയില്ല. അപ്പം ഹെയർ ലാസിങ് ചെയ്യാൻ പോണേ. യേശുവിന്റെ കൃപയാല് 4 മണിക്കൂർ കഴിയുമ്പോ അതിമനോഹരമാവുന്ന കാഴ്ചയാണ്. മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോക്കടെ മുടി ഇവിടെ ഒട്ടും ചുരുക്കണ്ട, നിവർത്തിയാൽ മാത്രം മതി. ചുരുക്കൊക്കെ കൊച്ച് കണ്ട് കൊടുക്കുന്ന ആദ്യമില്ല. കൊച്ചിനത് നിവർന്ന സ്റ്റൈൽ മണ്ണത്തി ആകാനാണ്. ഒത്തിരി പേർക്ക് ചുരുക്ക് വേണ്ടാത്തവരുണ്ട്. അപ്പം ചുരുക്ക് കേളൊക്കെ വേണമെങ്കിൽ പറഞ്ഞെങ്കിൽ ഡോക്ടറേക്ക് ഇത്രയും കട്ട് ചെയ്തിട്ടില്ല. ഏറെപ്പെടണം നോക്കിക്കേ, ഇത് രസമല്ലേ? ഇത് ചുളിവില്ലാത്തല്ലേ. എല്ലാ ഹെയറിനും എല്ലാം ചെയ്യില്ല. ഇത് ചുളിവില്ലാത്തല്ലേ ഭംഗി. നോക്കിയേ, അടിപൊളിയല്ലേ? പരസ്യത്തിൽ കാണേക്കാളും മനോഹരായില്ലേ? നോക്കിയത് അടിപൊളി. അവിടെ നോക്കി, നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടോ മുടി. ഇനി ഇതിനെ ദൈവം തന്നതിനെ വിലയേറിയതായിട്ട് കാണണം കേട്ടോ. മുടിയൊക്കെ വിലയേറിയതായിട്ട് അതിന് നന്നായിട്ട് പരിചരിക്കണം. നമ്മൾ വീട്ടില് ഷാമ്പൂ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരെ മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കുക, ചെമ്പരത്തിത്താള് തേച്ച് എണ്ണ ഇട്ട് മസാജ് ചെയ്താൽ ഇട്ട് കൈകാര്യം ചെയ്യാം. അപ്പൊ ഷാമ്പൂ മേടിക്കാൻ ഇത്രയും പറ്റില്ല. വില കൂടിയ ഷാമ്പൂ എന്നൊക്കെ പറഞ്ഞാൽ ഷാമ്പൂ ഇട്ടാൽ അതുപോലെ നല്ല ബ്രാൻഡ് കമ്പനിയുടെ ഷാമ്പൂ കണ്ടീഷണർ സ്പായ് സിറോ ഒക്കെ യൂസ് ചെയ്യണം. അപ്പോഴാണ് മുടി അങ്ങനെ ആകുള്ളൂ. വിറ്റാമിൻ ഗുളിക ഏറ്റവും കാര്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് വിറ്റാമിൻ ഇങ്ങനെ പറയുമ്പോൾ കഴിക്കാൻ പേടിയായി നിങ്ങൾക്ക്
ഡോക്ടറൊക്കെ ടെസ്റ്റ് ചെയ്ത് മുടി കൂടുന്നുണ്ട് പൊട്ടനോട് ശ്രദ്ധിക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു ശരി. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ ഒന്നും കാണിക്കണ്ടെന്ന്. മുടി കണ്ടോ? ഈ മുടി നമുക്ക് ഞങ്ങൾ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തു. ഒട്ടും പ്രായമില്ല, കുഞ്ഞു കൊച്ച. ഈ മുടിയുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് ക്ലോസപ്പ് കാണിച്ച് പൊട്ടിപ്പൊളിഞ്ഞ് ഈ മുഖം ഫേസ് അപ്പടി പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ട്. വിറ്റാമിൻ കഴിക്കാനൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ വലിയ വിഷമാണ്. എന്ന് വെച്ചാൽ എന്തെല്ലാം ആരോഗ്യത്തിന് പച്ചക്കറിയും തിന്നാൻ മനസ്സിലാണെന്നറിയാം. ഉള്ള വിഷം അപ്പടിയും മേടിച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതെ, ആരോഗ്യ പരിപാലനം ഭയങ്കര ശക്തമാണ്. ഒരു കൊച്ചിന്റെ മുടിയുടെ അവസ്ഥയാട്ടോ. ഇനി ഈ മുടി പനങ്കലയാകണ കാഴ്ച, യേശുവിന്റെ കൃപയാൽ പനങ്കലയാകണ കാഴ്ച, അതിമനോഹരമാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാവേ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് കണ്ടോ, മേലെല്ലാം നീറ്റായി, അടിയിൽ ഇച്ചിരി കീള്. ഇപ്പൊ ഇത് ചെയ്തതാണെന്ന് ഒരു തോന്നൂല. പെർമനന്റ് ബ്ലോ ഡ്രൈ. അടിയിൽ വേണമെങ്കിൽ ശരിക്കും ഡ്രയർ വെച്ചെങ്കിൽ നിവർന്നോളും. ചെറിയൊരു കേള്, നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, സെറ്റ് ചെയ്തൊന്നുമില്ലേ. ഇതിങ്ങനെ ഡ്രയർ വെച്ച് സെറ്റ് ചെയ്യോ അല്ലെങ്കിൽ അയണിംഗ് മെഷീനിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുകയൊക്കെ ചെയ്താൽ നന്നായിട്ട് കേളായിക്കോളൂ കേട്ടോ. സൂപ്പറായിട്ട് അടി മാത്രം കേളായിക്കോളൂ. അമ്മ പറഞ്ഞേക്കുന്നത് മൊത്തം നിവർത്തണം, കൊച്ചു പറഞ്ഞു നിവർത്തണ്ട, കൊച്ചിന് അടിയിലെ കേള് കേളെന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കൊച്ചിന്റെ ഇഷ്ടത്തിന് ചെയ്തു. അമ്മ വന്ന് നിവർത്തിക്കൊണ്ട് പോയതാണ് അമ്മയുടെ മുടി. അത് കൊണ്ടൊക്കെയാണ് കൊച്ചു വന്നത്. കൊച്ചിന്റെ മുടി അങ്ങനത്തെ ഒരു മുടി ആർന്നല്ലോ. അപ്പൊ അതെ ഇപ്പൊ ശരിക്കും ഉള്ളില്ലേ നോക്കിക്കേ, ക്ലിയർ ആയിട്ട് അടുത്തുകൊണ്ടല്ലേ കേട്ടോ. അതായിരിക്കും കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ശരിക്കും കാണാൻ കൊള്ളാം. നിങ്ങക്ക് ശരിക്കും കാണാലോ അല്ലേ. ഇതേ ഒന്ന് സെറ്റ് ചെയ്തല്ലേ കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള. നമ്മള് കഴുകി ഉണങ്ങി, കാരണം സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞേ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ആൾക്കാർക്ക് കയ്യിൽ കയറുന്ന നിരാശ വരും. അത് കാരണം അങ്ങനത്തെ പണിയൊന്നും ചെയ്യാത്ത എങ്ങനെ കാണണോ അങ്ങനെ തന്നെ ഉണക്കി അങ്ങനെ തന്നെ വിടുക. കാരണം നല്ലതായിട്ട് സെറ്റ് ചെയ്ത എന്റെ ഒരു കസിനൊക്കെ വേറൊരു അടുത്ത് ചെയ്ത അപ്പൊ ഭയങ്കര കരച്ചില്ല. അന്ന് ഒരു ദിവസം കഴിഞ്ഞുള്ളൂ, അത് കഴിഞ്ഞ് വേറൊരു രൂപമായി മുടി. അപ്പൊ നമ്മള് മുടി ചുമ്മാ കഴുകി ഉണങ്ങി ഇങ്ങനെ വിട്ടിട്ടുള്ളൂ, ഒന്നും ചെയ്തില്ല. സെറ്റ് ചെയ്ത് കാണുന്ന ഭംഗി സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെ പിന്നെ നമ്മളത് സെറ്റ് ചെയ്യണം. നമ്മൾ അയൺ മെഷീനിൽ പയ്യൊന്ന് മടക്കി കൊടുത്ത് ഭയങ്കര ഡ്രസ്സുള്ള കിടാവും. ഡ്രയർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമേ. ഇത്ര ഇടാം ഇങ്ങനെ കേളി തേക്കണ കാരണം കൊച്ചിന് ഏത് ഫാഷനിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം ഈ മുടി. കാരണം സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന അങ്ങനെ പറ്റൂല്ലോ. അതെല്ലാം നമുക്കിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് പയ്യൊന്ന് നനച്ച് അപ്പൊക്കെ കേള് കൂടിക്കോളും. ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന നന്നായിട്ട് കേളായിക്കോളും. ഇത്രയൊക്കെ കേള് പോരെ. ഡിഗ്രിക്ക് പഠിക്കണ വച്ച മുഖം അത് കാരണം കാണിക്കൂല. ഇത് കണ്ടാ മതിയില്ല, ശരിക്കും നാച്ചുറൽ പോലെയില്ല. ഇത് ഭംഗിയാല് ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹത്തിനത്. ഇവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് വേണം, എല്ലാവർക്കും സോഫ്റ്റ്. ഇവിടെയും ട്രീറ്റ് ചെയ്യേണ്ടത് അത് കാരണം കേട്ടോ. ഇവിടെ ട്രീറ്റ് ചെയ്തിട്ട് വരുന്നല്ല, ഇവിടെയും ട്രീറ്റ്മെന്റ് ഉള്ളതാണ്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ചെട പിടിച്ച കൂടെ പൊട്ടി തീർന്ന മുടിയാണ്. കൊച്ച് മൾട്ടിവിറ്റാമിൻ ഒക്കെ കഴിക്കണം. കാരണം ഒട്ടും പ്രായമില്ല, അപ്പടിയും പിഗ്മെന്റേഷനാണ്. വിറ്റാമിൻ ഡെഫിഷ്യൻസി അതൊക്കെ കഴിച്ചാൽ അപ്പടിയും ധാരണ. ഇനി സ്പായൊക്കെ ചെയ്ത കൊച്ച് അടിപൊളി ബെറ്റർ ആകും. ഇനി അടുത്ത റീയടിക്കാൻ വരുമ്പോ കൊച്ചിന് പനങ്കലയാകും. പറഞ്ഞതൊക്കെ കേട്ടാൽ പനങ്കലയാകും. എനിക്ക് മുടിയെ പിടിക്കുന്നവരെ ആ കാര്യം എന്തൊക്കെ ചെയ്യേണ്ടത്. അടിപൊളിയല്ലേ, സൂപ്പർ അടിപൊളി. അങ്ങോട്ട് നോക്കി, എന്ത് രസമല്ലേ. ഇത് കിടന്നാ മതി. അപ്പൊ ഇഷ്ടപ്പെട്ട അപ്പം നന്നായിട്ട് പറഞ്ഞേ. അപ്പൊ ശരി എന്നാ. ഈ മൊക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്ടോ ഒന്ന് ക്ലോസപ്പ് കാണിച്ചാൽ മുടിയുടെ പൊട്ടിപ്പൊളിഞ്ഞ. ഇതിപ്പോ ഒരു എണ്ണയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ശരിക്കും കഴുകുമ്പോ എനിക്ക് അവസ്ഥ അറിയാവുള്ളൂ. പൊട്ടിപ്പൊളിഞ്ഞ ഇരിക്കുകയാണ്. ഇനി ഇത് യേശുവിന്റെ കൃപയാൽ പനങ്കലയാവണ കാഴ്ച ഒരു 4 മണിക്കൂർ കഴിയുമ്പോ കാണാതെ അതിമനോഹരായി പരസ്യത്തിന് വരണം. യേശുവിന്റെ കൃപയാൽ നമ്മുടെ മുടിയെല്ലാം ചെയ്യുമ്പോ പരസ്യത്തിന് വരണം മുടിയാകും കേട്ടോ. അത് ചെയ്ത് അവരും പറയണ്ട, എല്ലാവരും മുടി പരസ്യത്തിൽ കിടക്കണ പോലെ ആകും ഈ മുടി. ശരിക്കും ക്ലോസപ്പ് കാണിച്ചല്ലോ അല്ലെ. ഇനി ഇതിന്റെ ആഫ്റ്റർ നമുക്ക് കാണാട്ടോ ഒരു 4 മണിക്കൂർ കഴിയുമ്പോ.
ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ ഉണ്ടോ, വേണ്ട മുടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ കണ്ട മുടിയാണെന്ന് നോക്കിയേ, ഇഷ്ടം പോലെ മുടിയുണ്ട്. പരസ്യത്തിലെ മുടി പോലെ ആയില്ലേ. ഇത് നല്ല ഫ്രഷ് കേട്ടോ, കണ്ട സോഫ്റ്റ് ഹെയർ. അപ്പൊ എന്നെ കനം വെച്ചില്ലേ, ഈ സോഫ്റ്റ് ഹെയർ ആണ് കേട്ടോ. പക്ഷെ ഇപ്പൊ ഇതിന് നല്ല കനമൊക്കെ വെച്ചു കേട്ടോ, നല്ല കനമൊക്കെ ഉള്ള മുടിയായി. പിന്നെ ഇങ്ങനെ ഈ ഡ്രൈനസ്, ഇനി നമ്മള് മൾട്ടിവിറ്റാമിൻ ആദ്യം ഉള്ളിൽ ചെന്ന് ഉള്ളിലത്തെ ഡ്രൈനസ് മാറുമ്പോ തന്നെ മീൻ ഗുളികയോ മൾട്ടിവിറ്റാമിനോ ഇതൊക്കെ കഴിച്ച് അതൊക്കെ മാറ്റി ഈ പറഞ്ഞ ഷാമ്പൂവും സ്പായും കണ്ടീഷണർ സിറോ ഒക്കെ യൂസ് ചെയ്ത് മുടി ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ പറയണ കേട്ടാൽ നമുക്ക് അടുത്തോണം വരുമ്പോ അവരുടെ മുടിയെ പിടിക്കുമ്പോ അറിയാം. ഇത് അല്ലാണ്ട് ആ ഫ്രഷ്നെസ് കുറയില്ല, കാരണം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിടക്കണേ. അത് അതുപോലെ തന്നെ കിടക്കണമെങ്കിൽ നമ്മൾ ആ പറഞ്ഞ പോലെ എല്ലാം കേൾക്കണം. ഉള്ളിലത്തെ ഡ്രൈനസ് ആട്ടോ, ഒട്ടും പ്രായമില്ലാത്ത കൊച്ച, എന്നിട്ടാണ് ഇത്രയും ഡ്രൈ ഹെയർ. ഡ്രൈനസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം നല്ല ഉറങ്ങൂട്ടോ. മൾട്ടിവിറ്റാമിൻ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പടിയും വൈറ്റ് ഹെയർ ആയിട്ട് പിന്നെ കളറായിട്ട് എത്ര കാലം ബ്ലാക്ക് കളർ അടിച്ചിറങ്ങണം. അപ്പൊ ഞാനൊന്നും എനിക്കൊന്നും ആരും പറഞ്ഞു തരാനുള്ള അറിവില്ലായിരുന്നു ഡ്രൈ ഹെയർ. അധികമെല്ലാം വിറ്റാമിൻ ഗുളിക കഴിച്ചതിന് മതിയാവുന്നു. എല്ലാരും പാരമ്പര്യം അത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. അന്ന് അവര് വിറ്റാമിൻ ഗുളിക കഴിക്കാണ്ടല്ലേ. എന്റെ പാരമ്പര്യം ഒന്നുമില്ല, അവര് എല്ലാത്തിനും റെമഡിയുണ്ട് യേശുവിന്റെ കൃപയാല്. അപ്പം ഇഷ്ടപ്പെട്ട അപ്പൊ ഉറക്കെ പറയണേ, മുഖം കാണിക്കലില്ല. ഇഷ്ടപ്പെട്ടു, മുഖം കാണിക്കലില്ല, ഉത്തരവാദിയുണ്ട്. ശരി എന്നാ. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ ഹെയറിന് ക്ലോസറ്റ് നല്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ മുടിയാണ്. യേശുവിന്റെ കൃപയാല് ഇത് പെർമനന്റ് ബ്ലോ ഡ്രൈ വേണമെന്ന് വെച്ചാൽ വേണ്ടാന്നാ പറഞ്ഞേ. ഇത് നോർമൽ ലുക്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമ്മള് നോർമൽ ലുക്ക് ആകും. പിന്നെ അവര് ഉള്ളില് വിറ്റാമിൻ ഗുളിക കഴിച്ച് ഡ്രൈനസ് കുറയ്ക്കണം. ഈ മീൻ ഗുളികയൊക്കെ ഇല്ല, നിങ്ങൾ ഡോക്ടറോട് ചോദിക്കും ഡ്രൈനസിന്. അപ്പൊ ഒമേഗ 3 ഒക്കെ ഞാൻ കഴിക്കണ്ടേ, നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കട്ടോ. വിറ്റാമിൻ ഡെഫിഷ്യൻസി വന്നാൽ മൊത്തം പ്രശ്നമാട്ടോ. മുടിക്ക് തന്നെയല്ല, ഉള്ളിലൊക്കെ ഭയങ്കര പ്രോബ്ലം വരും, പല പല അസുഖങ്ങൾ ഉണ്ടാവുകയും. ഇത് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. മക്കളുടെ കാര്യമൊക്കെ സീരിയസ് ആയിട്ട് നോക്കണേ. D3 ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡെഫിഷ്യൻസി ഭയങ്കര പ്രോബ്ലം. അത് വെച്ചോണ്ട് ഇങ്ങനെ നടക്കും. നമ്മളൊന്നും കഴിക്കാണ്ട് കാണുന്ന അസുഖം ലോകത്തിലുള്ള പോണൊക്കെ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ കയറി പിടിക്കും. അത് പിന്നീട് കുട്ടിച്ചിട്ട് കാര്യമില്ല. ഹെൽത്ത് ഒരു വലിയ അസറ്റായിട്ട് നോക്കണേ. അപ്പം ഇതിപ്പോ 4 മണിക്കൂർ അതിമനോഹരമായ കാഴ്ച യേശുവിന്റെ ഹൃദയം കാണാൻ പറ്റും. ഈ മോക്കടെ മുടി കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോ ഭംഗിയായിട്ട് കിട്ടിയെന്നറിയാവോ. ഈ മോള് പറയണ ഈ മോള് ഇടയ്ക്ക് തന്നെ സ്പായൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ആ മുടിയെ ഒരു ഭയങ്കര അവശതയിലാണ് കേട്ടോ. അപ്പൊ കമ്പനി ഒന്നും പറയാൻ പാടില്ല. ഏതെങ്കിലും സ്പായ ഒന്നും വാരി തലേ തച്ചിട്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. നമ്മള് ഷോസ്കോഫിന്റെ സ്പായ ചെയ്യുന്ന അതിന് അതിന്റേതായ പ്രയോജനമുണ്ട്. ബ്രാൻഡ് കമ്പനിയുടെ നോക്കി എന്ത് ഭംഗിയാണ്. നിങ്ങൾ കണ്ട ആ മുടിയാടും നോക്കിയേ, ഉള്ളു നോക്കിയേ. യേശുവിന്റെ കൃപയാൽ അതിമനോഹരായില്ലേ. പരസ്യത്തിൽ കാണോ എന്ത് രസമായി. നല്ല പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന മുടിയാട്ടോ. ഈ മോളോട് ഞാൻ ചോദിച്ചു, ആ സ്പാ ചെയ്തൊന്നുമില്ല, കുറവുണ്ടോ നോക്കാം. അപ്പൊ എല്ലാത്തിനും ഇവിടെ വന്ന സകലത്തിനും D3 കുറവാട്ടോ. അപ്പൊ അതിന് പിന്നെ ഗുളിക എടുക്കണ്ട. അത് കുറയുമ്പോ മുടി കംപ്ലീറ്റ് പൊട്ടുകയും ഊരുകയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങള് ബ്ലഡ് ടെസ്റ്റ് ചെയ്യട്ടോ. മുടി ഊരുന്നവരൊക്കെ D3 ഡെഫിഷ്യൻസി, വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. ഇത് ഭംഗിയായി നോക്കി, അതിമനോഹരായി യേശുവിന്റെ കൃപയാൽ. അപ്പൊ ഈ വശം ഇങ്ങനെ വരുമ്പോ ഈ വശം ഇങ്ങനെ ഇറങ്ങണം. ഇങ്ങനെ ആ അവസ്ഥയായിട്ട് ചെരിച്ചിടുമ്പോ ഈ അവസ്ഥയായിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഫോട്ടോയൊക്കെ എടുക്കാവുള്ളൂ. ഇഷ്ടപ്പെട്ട മോളെ? ഇഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞ, അവരൊക്കെ സൗമ്യതയുള്ള ഒരാളൊന്നുമില്ല. എന്റെ ശബ്ദത്തിന്റെ മുമ്പില് അവരുടെ ശബ്ദം താണു പോവാ. അപ്പൊ ശരി എന്നാ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിനോന്നാ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞേ. മാസ്കൊക്കെ ഇരുന്നോട്ടെ. അതെ, ഈ മുടി ഒരു ക്ലോസപ്പ് കാണിച്ചേ. നല്ല മുടി, നോക്കുമ്പോ നല്ല മുടി. പക്ഷെ എന്റെ കൈ ഇങ്ങനെ തൂക്കിയിടാട്ടോ. എന്റെ പൊന്നെ, ഇതെങ്ങനെ സോഫ്റ്റ് ആക്കുന്നത്. സൂപ്പറായിട്ട് ഇങ്ങനെ നല്ല ഹാർഡാ. അപ്പൊ യേശുവിന്റെ കൃപയാല് ഇത് അതിമനോഹരാകുന്ന കാഴ്ച കാണാം. അത് പരസ്യത്തിലെ മുടിയാവുന്ന കാഴ്ച കാണാം. ഭയങ്കര വൃത്തിയാ. അപ്പൊ 4 മണിക്കൂർ കഴിയുമ്പോ അതീവ മനോഹരമായ കാഴ്ച കാണാൻ നോക്കിയിരുന്ന കേട്ടോ. നമ്മുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അടുത്ത് ക്ലോസപ്പ് കൊണ്ട് കാണിച്ചോട്ടോ. പിന്നെ ഡ്രൈനസ് ഒക്കെ മാറി ആ മുടിയുടെ ഭംഗി അറിയാൻ എന്ത് ഭംഗിയായിട്ട് ഇപ്പൊ
ഇപ്പൊ ഡ്രൈ ആയില്ല, എന്നാ ഡ്രൈ ആയിരുന്നു. കാണുന്നതെല്ലാം ഇങ്ങനെ ഏതാണ്ടൊക്കെ തലയെ വാരി വലിച്ച് തേച്ചായിരുന്നു. അതൊക്കെ ആ മുടി എത്രയും ഫ്രസി ആയി പോയത്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയി. ഇനി ഷാമ്പൂ, കണ്ടീഷണർ, സ്പായ, സിറം, മൾട്ടി വിറ്റാമിൻ ഗുളിക അത്രയും കൊണ്ട് ഈ അടുത്ത തവണ ഇതിന്റെ ഇരട്ടി തിക്നെസ്സും വരും. അപ്പൊ ഇത് ഭംഗിയാ നോക്കിക്കേ. നമ്മുടെ ഇവിടെ വരുന്ന എല്ലാ മുടിയും പരസ്യത്തിലെ മുടി പോലെ വന്നില്ലേ? പരസ്യത്തിൽ കാണേക്കാളും ഭംഗിയായി പരസ്യത്തിൽ കാണണം. പരസ്യത്തിൽ കാണുന്ന ഒറിജിനൽ അല്ല കേട്ടോ. ഇതെല്ലാം അവരുടെ ഒറിജിനലാ, ഒന്നും ചെയ്തില്ല. ഇതേ നോക്കിക്കേ, പരസ്യത്തിൽ കാണുന്ന പോലെയായി, നല്ല ഭംഗിയായി. യേശുവിന്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി, നല്ല മനോഹരമായി. ഇനി ഇത് മെയിന്റനൻസ് ആയി ഏറ്റെടുക്കും. ഇപ്പൊ ഇതിന്റെ മക്കള് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയുക, പല്ല് പൊട്ടുമ്പോ നമ്മള് ക്യാപ്പിടില്ലേ, അത് തന്നെയാണ്. ഇനി എല്ലാരും ഇത് ചെയ്യും. മുടി പൊട്ടിക്കഴിയുമ്പോ അതിനെ ട്രീറ്റ് ചെയ്യാണ്ട് പറ്റില്ല. അത് എഴുന്നേറ്റ് ഇങ്ങനെ നിവർന്ന് നിൽക്കും, പൊട്ടിപ്പൊളിയോ ചെയ്ത് നീ ഇതുപോലെ കിടന്നോളും. തലേന്ന് കെടുത്തു വന്നത് സ്പായൊക്കെ ചെയ്യുമ്പോ സൂപ്പർ മുടി ഉണ്ടാകും. മൾട്ടി വിറ്റാമിനെ മസ്റ്റായിട്ട് വേണ്ട കേട്ടോ. അപ്പൊ ആരോഗ്യം നോക്കണേ. അപ്പൊ ശരിയെന്നാ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. മുടി കാണാട്ടോ, ചെറിയ കേളൊക്കെ ആയിട്ടുള്ള മുടിയാണേ. ഇത് നിവർത്തുമല്ലേ മോളെ? വളവൊന്നും വേണ്ടല്ലോ. കൊച്ചിന് നിവർത്തിയാ മതി. അതെ, പണ്ട് എന്റെ ഹെയർ അല്ല ഇത്രയും വളവില്ലായിരുന്നു. ഈ മേളിൽ കൊച്ചു പണ്ട് ഇയർ ചെയ്തതിന്റെ ആട്ടോ ഇത്. ആ വളവ് പോലെ എന്റെ പണ്ട്. അപ്പൊ ഇത് അതിമനോഹരമാവുന്ന കാഴ്ച. യേശുവിന്റെ വലിയ ഡ്രൈനസ് ഒന്നുമില്ല, ഇപ്പൊ എണ്ണയെ കുളിച്ചാ വന്നേക്കണേ. യേശുവിന്റെ കൃപയാൽ ഇത് അതിമനോഹരമാവുന്ന കാഴ്ച കാണാം. ഈ മക്കളെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ചെവിയിൽ ചേർത്തിട്ടൊന്ന് വീട്ടിലിട്ടുണ്ടല്ലോ. മുടിയൊന്നും കാണാതെ ഇങ്ങനെ എടുക്കാട്ടോ. ഈ മക്കളുടെ മുടി ചുരുണ്ടതൊക്കെയാണ്. ഇപ്പൊ കുഞ്ഞു വാവയായിട്ടിരിക്കും, എന്നിട്ടും പൊട്ടി പൊളിഞ്ഞെടുക്കും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും പറയില്ല ഈ വിറ്റാമിൻ ഗുളിക കഴിക്കുക. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടായാലും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യല്ല, എന്നിട്ട് നിങ്ങൾ മൾട്ടി വിറ്റാമിൻ ഗുളിക കഴിക്കണം കേട്ടോ. തിളങ്ങേണ്ട സമയമല്ലേ. പണ്ടൊക്കെ എനിക്കൊക്കെ ഓരോ ഡെലിവറി കഴിയുമ്പോ മുടി കെട്ടാൻ പറ്റാത്ത പോലെ തിക്കും തിളക്കുമായിരുന്നേ. അപ്പം നമ്മൾ ഇച്ചിരൂടെ ഹെൽത്ത് നോക്കണം. ഇവരൊക്കെ പുറത്തായിരുന്നു. ചിലപ്പം അവിടുത്തെ വെള്ളത്തിന്റെ അല്ല, ഹെൽത്തിന്റെ തന്നെയല്ല. അപ്പൊ ഇത് കണ്ടോ, അടിപൊളിയായി ഇപ്പൊ സോഫ്റ്റ് ആയിട്ടാ കിടക്കണേ. ഇനി ഇതിൽ കൂടുതൽ സോഫ്റ്റ് ആകും. സ്പായും ഷാമ്പുവും കണ്ടീഷണറും സിറവും ഒക്കെ ആയിട്ട് ചെല്ലുമ്പോ. അപ്പൊ ഉള്ളൊക്കെ വേണ്ടതുണ്ട് കേട്ടോ. ഉള്ളുണ്ട്, ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം. അപ്പൊ ശരിയെന്നാ നോക്കടെ ഹെയർ മേക്ക് ഓവർ വന്നാട്ടെ മോള്. മുടിയൊന്ന് കാണാട്ടോ. നല്ല ഇച്ചിരി ഫ്രസ്റ്റിയാണ്. ഇതിപ്പോ ഇതിന്റെ തനി സ്വഭാവം തന്നെ കഴുകി നോക്കണേ. ഇപ്പൊ നല്ല ഫ്രസ്റ്റിയൊക്കെയാണ്. ഇത് നമുക്കിനി യേശുവിന്റെ കൃപയാല് അതിമനോഹരാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാതെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് ശരിക്കും ഉണങ്ങിയിട്ടൂടെ ഇല്ലട്ടോ. വൃത്തി വെച്ച കാരണം അത് നനവ, ഒന്നും ചെയ്തിട്ടില്ല. നമ്മള് പെർമനന്റ് ബ്ലോ ഡ്രൈ നന്നായിട്ട് കേളി കിട്ടി. സൂപ്പറായിട്ട് കിടക്കണം. നോക്കിക്കേ എന്ത് രസമാന്ന് നോക്കിക്കേ. ഇവിടെ എല്ലാം നിവർന്ന് ഇവിടെ ഇത് ഇവിടെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ ഫ്രസി ആയിട്ടുള്ള ഹെയർ ഇവിടെയൊക്കെ സോഫ്റ്റാ. ഒന്നും ചെയ്തില്ല, അതിനെ മെഷീനിലും ചെയ്തില്ല, ഡ്രയറിലും ഒന്നും ചെയ്തില്ല. പയ്യെ ഒന്ന് ഉണക്കിയുള്ളൂ. ഇങ്ങനെ അങ്ങ് പിടിച്ചാ മതി. ഇങ്ങനെ പിടിച്ചാ ഇത് ഭംഗിയല്ലേ? കണ്ടോ, നിറച്ച് കേളുണ്ടാക്കും. ഒന്നും വേണ്ട, കേളി മെഷീനും വേണ്ട, അയണിങ് മെഷീനും വേണ്ട, ഡ്രയറും വേണ്ട. ഇങ്ങനെ ഒരു ചെറിയ നനവോട് കൂടി പിടിക്കട്ടോ. കണ്ടോ, സ്റ്റൈലായിട്ടില്ലേ? കണ്ടോ, ഈ കൊച്ചിന് ഇങ്ങനെ നിങ്ങളുടെ ചെന്നില്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല. വീട്ടിൽ കയറ്റൂന്ന് പറഞ്ഞാൽ 3 പേരെ ഒന്നിച്ച് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്ത. ഇന്നലെ ഒരു കൊച്ചിനെ, ഇന്ന് 2 പേര്. അവർക്ക് 2 പേർക്ക് വേണ്ട കേളി കിട്ടി. അപ്പൊ മറ്റേ കൊച്ചിന് കിട്ടിയില്ല. അതിനാണ് സെയിം പോലെ ചെയ്തത്. പക്ഷെ അതിന്റെ മുടി ഭയങ്കര ഫ്രസ്റ്റാണ്. അത് നിവർന്നു പോയി. ഇതിന്
അപ്പൊ ഇതേ ഉള്ളുണ്ട്, വേണ്ട ഉള്ളുണ്ട്. ഇപ്പൊ മുടിയില്ലെന്ന് തോന്നുന്നു, ഇഷ്ടം പോലെ മുടിയായതാണ്. യേശുവിന്റെ കൃപയോടെ ഇനി എല്ലാം പറയണ പോലെയൊക്കെ അനുസരിച്ച് മൾട്ടി വിറ്റാമിൻ ഒക്കെ കഴിച്ച എല്ലാം ഇങ്ങനെ. ഇപ്പൊ ചിക്കൻ ബോസ് വന്ന് മുടിയൊക്കെ ഒത്തിരി പോയതാണെന്ന് പറഞ്ഞത്. ഇതിന് മുടിയുണ്ടാകുന്ന വെച്ചാന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് അതിന്റെയൊക്കെ ഇരട്ടിയായിട്ട് വന്നോളൂ. ഇത്ര ഭംഗിയാന്ന് നോക്കിയിട്ട് നല്ല രസമില്ല, അടിപൊളി. അപ്പൊ ഫംഗ്ഷൻ പോകുമ്പോ ഇനി ഇത്ര ഇതിങ്ങനെ ചെയ്ത് നമ്മള് അയണിങ് മെഷീൻ കേളി മെഷീനിലാക്കണേക്കാളും ഭംഗിയില്ലേ. ശരിക്കും ക്ലോസപ്പ് എടുത്തോട്ടോ. ഇത് ഭംഗിയായിട്ടാ കിട്ടിയേക്കണേ. ഇഷ്ടപ്പെട്ടോ? അപ്പ തീർച്ചയായും ഇഷ്ടപ്പെട്ടോ എന്നാട്ടാ പറഞ്ഞത്. മുഖം എടുക്കണ്ടെന്ന് പറഞ്ഞ അവിടെ ചിലത് പറയും വളരെ മുഖം കാണുന്നത്. കൊച്ചിന് ആർക്കും മുഖം എടുക്കണ ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഈ എടുത്തവരുടെ തന്നെയല്ലെന്ന് അറിയിക്കാൻ വേണ്ടി അത് തിരിയാൻ പറഞ്ഞതാ. ചിലത് ഒട്ടും എടുപ്പിക്കില്ല. യേശുവിനെ കുറച്ച് പിന്നെ പറഞ്ഞപ്പോ പിന്നെ ഇതിലൊന്നും പറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി ഇവിടെയൊന്നും മുടിയില്ല. അപ്പൊ അത് ഹോട്ടലിൽ വരുന്നത്. അത് 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഹോട്ടലിൽ മാറിക്കോളും. അപ്പൊ ഇങ്ങനെയൊക്കെ മുടി ഇങ്ങനെപ്പെടുത്തേനും പിന്നെ മുടിയില്ലാത്ത ഒരു തോന്നൽ വരില്ല, ഹോട്ടലൊന്നും ഫീൽ ചെയ്യില്ല. അപ്പം ശരിയല്ല. ഈ മുടി ഒന്നും പറയണ്ട, മുടി ചെയ്യാൻ വന്നാണ്. പകുതി പരിപാടി ഇച്ചിരി കഴുകിയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ഓടിച്ചിട്ട് പിടിച്ച വീഡിയോയ്ക്ക് നിക്കില്ല, ബലമായിട്ട് പിടിച്ചോണ്ടിരുന്ന വീഡിയോ കണ്ടിട്ടല്ലേ വന്നേ. അപ്പൊ ഈ വീഡിയോ കാണുമ്പോ വേറെ ആൾക്കാർ വരില്ലേ, നിൽക്കൂല. അത് കാരണം ചെയ്തോണ്ടിരിക്കുന്നിടത്ത് നോക്കി അവരുടെ ഷീറ്റോട് കൂടി പോന്നേട്ടോ. അപ്പൊ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്തെ ഇപ്പൊ സാരില്ല. അപ്പടി പൊട്ടി പൊളിഞ്ഞ മുടിയാണ്. എല്ലാരും ആരോഗ്യ പരിപാലനം കറക്റ്റ് ആയിട്ട് നോക്കണം. എല്ലാരും ഹീമോഗ്ലോബിൻ ഇല്ല, D3 ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതിനൊക്കെ റെമഡി ഉണ്ട്. അതൊക്കെ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ കുഴപ്പം നമുക്ക് തന്നെയാട്ടോ, നമുക്ക് ആരോഗ്യം വേണ്ടേ. അപ്പൊ യേശുവിന്റെ പ്രധാന മുടി ഹെയർ റിലാക്സിംഗ് ആണ് ചെയ്യുന്നത്. അല്ല, പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പോവാ. അതിമനോഹരാകുന്ന കാഴ്ച. ഒരു വേദ കണ്ടോ, ഇതിനെല്ലാത്തിനും പകുതി കൂടുതൽ ഇത്രയൊക്കെ നീളമുള്ളൂ. അത്രയും പൊട്ടിപ്പൊളി തന്നെയാണ്. ഇനി ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ യേശുവിന്റെ കൃപയിൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാവേ. ഈ മോക്കളെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് നിങ്ങൾ കണ്ടോ, പെർമനന്റ് ബ്ലോ ഡ്രൈ. ഇത് ഈ ഇത് നമ്മള് ഒന്നും ചെയ്തിട്ടില്ല, ഡ്രയർ വെച്ച് ഇവിടെ ഉണക്കി. ഓണർ കേടും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അല്ലാണ്ട് തന്നെ ഇതിന് കേടുള്ള മുടിയായിരുന്നു കേട്ടോ. ഇവിടെ അല്ല, ഇതിങ്ങനെയായി കേളായി. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു, കണ്ടോ ഭംഗിയായിട്ട് കിടക്കണേ നോക്കി. ഇതിപ്പോ കണ്ടോ, പൂത പിടിച്ചിരുന്ന മുടിയുടെ അവസ്ഥ നോക്കിയ നല്ല ഉള്ളുവായി, സോഫ്റ്റ് ആയിട്ട്. ഇതാണ് പെർമനന്റ് ബ്ലോ ഡ്രൈ. എല്ലാ മുടി ഇങ്ങനെ ആവൂല കേട്ടോ. ഈ ഒപ്പം തന്നെ വേറെ കൊച്ചിന്റെ ആകില്ല, അത് കാരണമാണ് പറഞ്ഞത്. ഇതിപ്പോ നാച്ചുറൽ കേടാ. നമ്മള് ഇന്നലെ കാണിച്ച വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഞാനൊന്ന് സെറ്റ് ചെയ്തായിരുന്നു. അതിന് കേട് വന്നില്ല. ഈ സെയിം ഇതുപോലെ ചെയ്തേ, പക്ഷെ ഇതിന് കേട് വന്നു. ഇതിന്റെ നമ്മൾ ഒന്നും ചെയ്തില്ല, ഡ്രയർ വെച്ച് ഉണക്കിയ മാത്രമുള്ളൂ. ഡ്രയർ കൊണ്ട് പോലും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ ഇങ്ങനെ അതിമനോഹരമായിട്ട് പെർമനന്റ് ബ്ലോ ഡ്രൈ കിട്ടി. അപ്പം മുടിയുടെ ഘടനയുടെ അനുസരിച്ച് കേട് കിട്ടുള്ളൂ നന്നായിട്ടേ. അപ്പം ഇപ്പൊ വേണ്ട ഉള്ളുവായില്ലേ, ഇഷ്ടം പോലെ. ആ മുടിയാന്ന് തോന്നണ്ട, ആ മുടി കണ്ട നോക്കാൻ തോന്നുന്നു. അപ്പൊ ഈ മുടി കണ്ട ഇതിന്ന് എനിക്ക് തന്നെ കൈയെടുക്കാൻ തോന്നല്ല, നല്ല റെസ്റ്റി കിടക്കണം. ഇതേ കേളൊക്കെ ആയിട്ട് നനവോടുകൂടി നമ്മളിങ്ങനെയൊക്കെ തന്നെ പിടിച്ചാൽ ഇതേ സൂപ്പറായിട്ട് ഉണങ്ങി നിറച്ച് കേള് വരും. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി, ഒന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. ഇച്ചിരി സിറോട വെച്ച് തേക്കണം, അപ്പം ഗ്ലോ വരും. അപ്പൊ കൊച്ചെ ഇഷ്ടപ്പെട്ടില്ല? അപ്പൊ ഇത് ബലമായിട്ട് പിടിച്ചോണ്ട് വന്ന കേട്ടോ, ഇത് ചെയ്യണത് കാണിക്കാൻ ബലമായിട്ട് കൊണ്ടുവന്ന. ഈ മുടി എനിക്ക് തോന്നി ക്ലിക്ക് ചെയ്യുമെന്ന്. അപ്പൊ ഈ മുടി ഇത്രയും ഇറക്കല്ലേ ഉള്ളൂ. ഒന്നാമത്തെ ഈ ഇറക്കത്തിന്റെ കൂടെ ഉണ്ട് കേട്ടോ. ലോങ് ആകുമ്പോ കേട് ഇങ്ങനെ കിട്ടണില്ല. അപ്പൊ ഈ മുടി കാണുമ്പോ എനിക്ക് അനേകർ വരുമെന്ന് അറിയാം. അപ്പൊ ഇത്രയും മുടിയുള്ള ഈ മുടിയുടെ ഘടന ആദ്യം കണ്ടല്ലോ. ഇങ്ങനെയുള്ളവരൊക്കെ പെർമനന്റ് ബ്ലോ ഡ്രൈ കേട്ടോ. നല്ല മുടിയായിരിക്കണം കേട്ടോ. ഈ മുടി ഡ്രൈനെസ് ഉണ്ടായിരുന്നേലും ഈ മോൾ എപ്പോഴും വെട്ടണതാ. അത് കാരണം ഫ്രഷ് മുടിയായിരുന്നു, അറ്റത്തിനൊന്നും വലിയ കംപ്ലൈന്റ് ഇല്ലായിരുന്നു. പിന്നെ ഇത് നല്ല ബ്രാൻഡ് ഷാമ്പൂ കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണ കൊച്ചായിരുന്നേ. അപ്പൊ അതിന്റെയൊക്കെ മുടിക്കാൻ ഗുണം കിട്ടിക്കാണും. മുടി ഇച്ചിരി നല്ലതാണെങ്കിലേ കേട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഇതിന്റെ മണം അടിക്കണ വഴിയാ മുടിയൊക്കെ നിവർന്നു പോവുക. അപ്പം കണ്ടോ, മനോഹരമായ കാഴ്ച കാണാമെന്ന് ഞാൻ പറഞ്ഞില്ലേ 3-4 മണിക്കൂർ കഴിയുമ്പോ. ദൈവമായി നമുക്ക് ഇടവരുത്തിയത് കണ്ടോ, എന്ത് രസമല്ലേ. ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ കെട്ടണമെങ്കിൽ തന്നെ
സൂപ്പറായിട്ട്. ഇനി സിറോടെ തേച്ചാൽ ഈ ഒരു ഗ്ലോയും വരും. ഈ മോക്കടെ കയറുണ്ടോ ഇപ്പം ആദ്യം വന്നപ്പോ ഡീസന്റ് ആയിട്ട് ഫ്രണ്ടൊക്കെ ഇരിക്കണ്ടാണ്. ഞങ്ങളിപ്പോ എനിക്ക് സമയം കിട്ടിയതായി മുമ്പ് വീഡിയോ എടുക്കാൻ. കയറ് വാഷ് ചെയ്തു. ഒട്ടും പ്രായമൊന്നുമില്ല. ഹീമോഗ്ലോബിന് ഭയങ്കര കുറവാന്ന് പറഞ്ഞ 5 എന്റെ ദൈവമേ. അപ്പം അതിന്റെ പൊട്ടല് ഊരല് ഇത് കണ്ടോ. നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വിറ്റാമിൻ ഗുളിക ഞാൻ ഇമ്മ്യൂമൻ എന്ന് പറഞ്ഞുള്ള ഞാൻ കഴിച്ചത് ആ കൊറോണ സമയത്ത് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞപ്പോ എനിക്ക് കാൽസ്യം അയൺ ഗുളിക അങ്ങനെ ഒരു ലിസ്റ്റ് വന്നപ്പോ അയാൾ കൊണ്ടുവന്ന പിന്നെ എല്ലാം കൂടെ കൂടിയുള്ള ഇമ്മ്യൂമൻ അത് കഴിക്കാൻ പറഞ്ഞു. എന്റെ നഖം അപ്പടി ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ടിരുന്നാട്ടോ. എന്റെ നഖം നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് എപ്പോഴും നടക്കുള്ളൂ. കഴിഞ്ഞ ദിവസം പെഡിക്യൂർ ചെയ്യാൻ നോക്കിയപ്പോ നഖമെല്ലാം നീറ്റായി. പൊങ്ങുപോലെയില്ല, ഉള്ളൊക്കെ പോയി. ആ നഖമൊക്കെ നീറ്റായി. ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി വരുമ്പോ ശ്രദ്ധിച്ചില്ലെങ്കിലേ അപ്പൊ കാൽസ്യത്തിന്റെ ഒക്കെ കുറവാണെന്ന് കാണും. ഇത് കണ്ടോ പൊട്ടി. ഇത് ക്ലോസപ്പ് ഒന്ന് കാണിച്ചാൽ കേട്ടോ. അങ്ങനെ മുടിയുള്ളവർ ദുഃഖിക്കണ്ട. ഈ മുടിയുടെ അവസ്ഥ ഒരേ മുടി ഇങ്ങനെ പൊങ്ങി നല്ല ഉള്ളൊക്കെയുള്ള മുടിയാണെന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. ഇതേ ഉള്ളൂ, ഈ പൊങ്ങിയിരിക്കണേ ഉള്ളൂ. ഇതാണ് മുടിയുടെ അവസ്ഥയെ വികസിച്ചിരിക്കണേന്റെ. അപ്പൊ കഴുകി ചെയ്യാൻ ആക്കിയേക്കണമാ. അപ്പൊ യേശുവിന്റെ കൃപയാല് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഫിലിം സ്റ്റാറിനേക്കാളും അല്ല അവരുടെ ഒറിജിനലും കാര്യത്തിലും യേശുവിന്റെ കൃപയിൽ അതിമനോഹരമാവുന്ന കാഴ്ച കാണാവേ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇപ്പൊ കണ്ടോ. ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്താട്ടോ. തന്നെ അല്ലാണ്ട് ഇത്രയും കേട് വന്നില്ല. അപ്പൊ പയ്യൊന്ന് അനിമേഷനിലൊന്ന് പിടിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേ. കാരണം ഭയങ്കര പ്രസ് ചെയ്യും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുവായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കൊച്ചിന് നനച്ചു വഴിയെ തന്നെ കേട് വന്നായിരുന്നു. ഓരോ മുടിയുടെ ഘടനയൊക്കെ. ഇതിനി 3-ാം ദിവസം വരുമ്പോ ഇങ്ങനെ കേട് ചെയ്യാണ്ട് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണിക്കാം. അപ്പൊ ഈ പെർമനന്റ് ബ്ലോ ഡ്രൈക്ക് ഒരു ഗുണമുണ്ട്. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. അപ്പൊ നമുക്ക് തന്നെ വേണമെങ്കിൽ ഒന്ന് ഡ്രയറിൽ ഇങ്ങനെ ഒന്ന് വെക്കുവോ അല്ലെ അയണിംഗ് മെഷീനിൽ ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് വളച്ചു വിട്ടാ ഇതിങ്ങനെ ഇരിക്കും. നമ്മൾ അല്ലാണ്ട് ചെയ്താൽ ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പൊ ഇപ്പൊ വേണ്ട മുടിയുണ്ട്, ഉള്ളുകൊണ്ട്. ആ മുടിയാണോന്ന് നോക്കിക്കേ. നിങ്ങക്ക് വിശ്വാസമുണ്ടോ ആ മുടിയാണോ? വേണ്ട ഉള്ളില്ലതേ ഇഷ്ടം പോലെ മുടി. അടിപൊളിയായി. മുഖം കാണിച്ചാണെങ്കിൽ മുഖത്തും നല്ലതാണ്. ആ കൊച്ചു മുഖം കാണിച്ചില്ല. മുഖം കാണിച്ചാൽ എന്താ കുഴപ്പമല്ലേ? ഈ പിള്ളേരോടൊക്കെ പറഞ്ഞാൽ കേൾക്കണ്ടേ. അപ്പൊ ദേ അടിയിൽ ഇങ്ങനെ കേള് വരുത്തുന്നവർക്ക് കേള് വരുത്താം. നിങ്ങൾ ആദ്യത്തെ മുടിയുടെ രൂപം കണ്ടതാണല്ലോ അല്ലെ? ഇപ്പൊ ദേ മുടിയില്ലെന്ന് ആര് പറയില്ല. എന്ത് രസം കായെന്ന് പറയും. അപ്പൊ പിന്നെ ആ കൊച്ചിന്റെ ഹീമോഗ്ലോബിനൊക്കെ 5 ആവട്ടെ. പിന്നെ മുടി ഇങ്ങനെ ആകാണ്ടിരിക്കുമോ? ബ്ലഡ് ടെസ്റ്റ് നമ്മളെപ്പോഴും ഹെൽത്ത് കാണിക്കണേ. നഖം മുടി ഇതൊക്കെ നോക്കിയറിയാം. പണ്ട് നഖമൊക്കെ നോക്കി ഡോക്ടർ മരുന്ന് കൊടുക്കില്ലായിരുന്നോ? അയണുണ്ടോ കണ്ണിങ്ങനെ വീഴ്ച അങ്ങനെയൊക്കെ. അപ്പൊ അതുപോലെ നിങ്ങൾ ആരോഗ്യം ടെസ്റ്റ് ചെയ്യണം. മുടി കൊഴിയണുണ്ടെങ്കിൽ ആരോഗ്യ പ്രോബ്ലം. ചിലർ പറയും വെള്ളം മാറി. ഇതൊന്നും ഒരു ആ വെള്ളമുള്ള നാട്ടിലൊക്കെ അവർക്ക് മുടിയില്ലേ? വെള്ളം മാറി കുടിക്കാൻ നമ്മുടെ മാത്രം മുടിയാണ് പോണേ. അങ്ങനെയൊന്നുമില്ല. ആരോഗ്യമാണ് അതിന്റെ മെയിൻ പ്രോബ്ലം. സ്കിന്ന്, മുടി, മുഖം അല്ല സ്കിന്നിക്കടയും നഖത്തിക്കടയും മുടിയിൽ കൂടി ആരോഗ്യം വെളിപ്പെടുത്തും ഹെൽത്ത്. അപ്പൊ നമ്മളത് കറക്റ്റ് നോക്കണേ. അപ്പം ഇഷ്ടപ്പെട്ടില്ല നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞേ. അപ്പൊ ശരിയത് ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഭയങ്കര മുടി കൊഴിച്ചില. D3 ഡെഫിഷ്യൻസി ആട്ടോ. ഇവിടെ വരുന്ന എല്ലാവർക്കും D3 ഡെഫിഷ്യൻസി. നിങ്ങൾ D3 ഡെഫിഷ്യൻസിക്ക് ഒരു ഗുളിക ഒരു ദിവസം കഴിച്ചാൽ D3 ഡെഫിഷ്യൻസി വല്ല എന്തിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടോ? എനിക്കൊക്കെ അയൺ ഡെഫിഷ്യൻസി പണ്ട് മുതലുണ്ട്. അത് 1 മാസം അയൺ ഗുളിക കഴിച്ചാൽ അന്നേരം നിൽക്കും. പിന്നെ ഒരു 1-2 മാസം കഴിയുമ്പോൾ പിന്നെയും കഴിക്കേണ്ടി വരും. അല്ലാണ്ട് ഇതിന് പൂർണ്ണ പരിഹാരം ആവൂല കേട്ടോ. പണ്ട് പനി വന്നപ്പോ ഗുളിക കഴിച്ചാൽ അന്ന് പനി മാറും. പിന്നെ പനി വരുമ്പോ പിന്നെയും കഴിക്കണ്ടേ. അതുപോലെ ഡെഫിഷ്യൻസി ഒരു പ്രശ്നമാണ്. ഇതാണ് മുടി നല്ല കാര്യം നമുക്ക് തോന്നുമ്പോ സിൽക്കി ആയതുകൊണ്ട് ഡ്രൈ ആണ്. കൊച്ചാട്ടോ. എന്നിട്ട് ഇതേ കണ്ടോ ചെട പിടിച്ചതേ വേണേ എന്റെ കൈ തൂക്കിയിടാം. ഇതേ ഡ്രൈ ആ. കാണുമ്പോ നമുക്ക് തോന്നുന്നു സിൽക്കി ഹെയർ ആയിട്ട് തോന്നൂലേ? യേശുവിന്റെ കടയാൽ ഈ മുടി അതിമനോഹരമാകുന്ന കാഴ്ച ഇപ്പൊ കാണാവേ. ഈ മോക്കടെ മുടി ഭയങ്കര രസകരമായി പോയിട്ടോ. ഈ മോള് വന്നപ്പോ പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർക്ക് വച്ചില്ലല്ലോ മാല. അത് ലെയറോട് വെട്ടിയ ഒട്ടും ഉള്ളു തോന്നിക്കില്ലോ. ലെയർ വെട്ടിയിട്ട് വേണമല്ലോ പെർമനന്റ് ബ്ലോ ഡ്രൈ എന്നാൽ ഒരു ഭംഗി വരുള്ളൂ. ചെയ്യേണ്ടെന്ന് ഓർത്തോണ്ടിരുന്നു. പക്ഷെ ഈ കൊച്ചു അങ്ങനെ പറഞ്ഞില്ല. എന്തായാലും നോക്കിയേക്കാം. എനിക്ക് വലിയ ഇത് പ്രത്യാശയൊന്നും ഇല്ലായിരുന്നേ.
പക്ഷെ യേശുവിന്റെ കൃപയാലെ ഇത് സെറ്റ് ചെയ്യാത്തതാണ്. ഞങ്ങൾ ഇവിടെ മാത്രം ഉണക്കിയുള്ളേ. ഇതെങ്ങനെ സെറ്റ് ചെയ്തതെന്നിപ്പോ കാണിച്ചു തരാട്ടോ. ചുമ്മാ കൈ കൊണ്ടൊന്ന് ഞെക്കി പിടിച്ചോളൂ. ഡ്രയർ വെച്ച് ഉണക്കിയുള്ളൂ. ഇവിടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ ചെയ്യണത് ഈ മോളെ ഒന്ന് ഇരുത്തിയിട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, പെർമനന്റ് ബ്ലോഡറി. ആ കണ്ട മുടിയാണോ നോക്കി ഇപ്പൊ ഉള്ളു നോക്കിക്ക്. ഇത് വേണ്ട ഉള്ളില്ലേ, ഇത് മുടി വേണ്ട മുടിയായില്ല. എത്ര മനോഹരമായിട്ടിരിക്കണം. മറ്റേ നമ്മൾ ഇങ്ങനെ കേളി മെഷീനിൽ സെറ്റ് ചെയ്യോ ഡ്രയർ വെച്ച് സെറ്റ് ചെയ്ത് കസ്റ്റമറിനെ അങ്ങനെ ചെയ്ത് വിട്ട കസ്റ്റമർ കഴുകി കഴിയുമ്പോൾ കഴുകി കഴിഞ്ഞാൽ ഇതിന്റെ അടി ഇങ്ങനെ ഇച്ചിരി നേരം ഇങ്ങനെ അടി ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്നങ്ങ് വിട്ടാൽ മതിയേ. ഇങ്ങനെ അധികം ഉണങ്ങണതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ദേ കണ്ടോ. അപ്പൊ തന്നെ ദേ കേളായി കണ്ടോ. ദേ അല്ലാണ്ട് ഡ്രയറും വേണ്ട ഒന്നും വേണ്ട. അല്ല അയണിംഗ് മെഷീനും വേണ്ട ഒന്നും വേണ്ട. ദേ കണ്ടല്ലോ അല്ലേ, ഞാൻ തന്നെ കാണിക്കാം. മേളൊക്കെ ഉണക്കുക. അടി വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം ഇങ്ങനെ ഒന്ന് കാണിച്ചു വെച്ചാൽ മതിയേ. ദേ ഇത് കണ്ടല്ലോ അല്ലെ, ഇങ്ങനെ ഒന്ന് ഇച്ചിരി നനവോടുകൂടി ഇച്ചിരി നേരം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ബാൻഡ് ഇട്ട് ഇച്ചിരി നേരം വെച്ചോണ്ടിരുന്നു. മേളൊക്കെ തോട്ട് കഴിഞ്ഞിട്ട് അടി ഇങ്ങനെ കണ്ടോ നിറച്ച് കേള് ഇതാക്കണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഇത് പിടിച്ചോളൂ. ഉണങ്ങി അത് ഭയങ്കര രസമായിട്ടാ കേള് വന്നതായിരുന്നു. ഉണങ്ങി ആകാശത്ത് കാണിച്ചത് മേലോട്ട് കുത്തി ഞാൻ പിടിക്കാം. ഒന്ന് കാണിച്ചേ ആൾക്കാർക്കൊരു കാണിക്കില്ല. ഇത് സെറ്റ് ചെയ്യണേ എങ്ങനെയാന്ന് നിങ്ങൾ നോക്കിക്കോ. ചുമ്മാ നനഞ്ഞ മുടി അങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. അല്ലാണ്ട് അയണിംഗ് മെഷീനിൽ പിടിച്ച് വളച്ച അന്നേരം അടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവും. പെർമനന്റ് ബ്ലോ ഡ്രൈക്ക് ഇങ്ങനെ ആയിക്കോളും. ഇതേ കണ്ടോ, ഇപ്പൊ കണ്ടോ നിറച്ച് കേള് വന്ന കണ്ടോ. ഒരിക്കലും ഓർത്തില്ലട്ടെ ഈ മുടി ഇത്രയും ഭംഗിയാകുമെന്നാ. അപ്പൊ കാരണം ഒട്ടും ഉള്ളില്ലാത്ത മുടിയായിരുന്നു. അപ്പടി ചെടയും പിടിച്ച് കിടന്ന മുടി. യേശുവിന്റെ കൃപ എന്ന് പറഞ്ഞാൽ മതി. ഇത് എത്ര മനോഹരായെന്ന് നോക്കിക്കേ. അതിമനോഹരായില്ലേ. ആ കൊച്ചിനെ വിശ്വസിക്കാൻ പറ്റുള്ള, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുള്ള എന്റെ പൊന്നെ. അടിപൊളി. അപ്പൊ യേശുവിന്റെ കൃപയാല് ഇങ്ങനെ മുടി കുറവുള്ളവരൊന്നും വിഷമിക്കണ്ട. ഇതേ കണ്ട പരിസ്ഥിതി കാണുന്നേക്കാളും മനോഹരാക്കി മുടി മാറ്റാൻ ദൈവം നമുക്ക് ബുദ്ധി ജ്ഞാനം ഒക്കെ തന്നതിന് ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ശരിയെന്ന്. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഞാൻ വന്നപ്പോഴത്തേനെ കഴുകിട്ടോ, അല്ലെങ്കിൽ ഇതിലും അവസ്ഥയിലാവണേ. ഈ മുടിയുടെ അവസ്ഥ കണ്ടല്ലോ അല്ലെ. ആശാത്തി പറഞ്ഞ ഭയങ്കര സോഫ്റ്റ് ഹെയർ ആണ്. സോഫ്റ്റ് ഒന്നുമല്ല, അപ്പടിയും പൊട്ടിപ്പൊളിഞ്ഞ്. ഇതിപ്പോ ഡ്രയർ വെച്ച് ഒന്ന് കഴുകി ഉണക്കിയപ്പോഴുള്ള വികസനം കേട്ടോ. അപ്പൊ ആദ്യത്തെ കാഴ്ച ഇങ്ങനെയൊന്നും അല്ലാർന്നാ പറഞ്ഞേ. അപ്പൊ ഇത് ഈ മുടിയൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെയും വിചാരം ഇത് കിളുത്ത് വന്നതാണ്. ഇതെല്ലാം പൊട്ടിപ്പോയേക്കണേ കേട്ടോ. മുടിയുണ്ട് ഇത് അപ്പടി ഇത്രയും നീളമുള്ളൂ കണ്ടോ. മുടിയില്ലായ്മയൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്യണോ ചെയ്താൽ ദൈവം യേശുവിന്റെ കൃപയാല് പാരസ്യത്തിലെ മുടി പോലെ ആവും. ഇപ്പൊ കണ്ടോ 4 മണിക്കൂർ വരുമ്പോൾ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ്. യേശുബ്രാൻ ഇടവരുത്തട്ടെ. ഈ ഹെയറിന്റെ മേക്ക് ഓവർ കഴിഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റണ്ടോ? വന്നപ്പോ എന്തെല്ലാം പറയുവാണ്. എന്റെ മുടി നൈസാണ്, എന്റെ മുടി ഇത് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണ്, എന്റെ മുടി ഇങ്ങനെയാണ്, എന്തെല്ലാം മുടിയാ. ഞാൻ പറഞ്ഞു ഈ മുടിനെയാണോ കുറ്റം പറഞ്ഞതെന്ന് ചോദിച്ചത്. ഇപ്പൊ ആവശ്യത്തിന് മുടിയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത്ര മുടി പോരെ. ഇങ്ങോട്ട് നോക്കാം, ആവശ്യത്തിന് മുടിയുണ്ട്. ഇനി മുടിന്നപ്പോ നമ്മൾ മരിച്ചു കഴിഞ്ഞ ഒരു സെക്കൻഡ് കൂടെ നീണ്ടുവരുമെന്നൊക്കെ പറയണേ. അപ്പൊ മുടി ഒരു പ്രായമായ വരില്ലെന്നൊന്നും ഓർക്കണം കേട്ടോ. മൾട്ടി വിറ്റാമിൻ ഗുളിക, സ്പായ, ഷാമ്പൂ, കണ്ടീഷണേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോ പനംകൊല പോലെ മുടിയാവേ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായി നോക്കിക്കേ. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ കണ്ട മുടിക്കാര് ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്കൊക്കെ പനങ്കല ഉണ്ടാകാനുള്ള എല്ലാ സാധ്യത ഇപ്പോഴും ഉണ്ട്. നിരാശപ്പെടണ്ട. മുടി ഇതൊന്നും പറഞ്ഞ ഇങ്ങനെ പോരെ, വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ ഈ കൊച്ചു വീഡിയോ കൊണ്ട് വന്നതാണ്. അപ്പൊ ഞാൻ മുഖം കാണിക്കില്ല. ഞാൻ പറഞ്ഞ മുഖം കാണിക്കുന്ന വീഡിയോ കൊണ്ട് വന്ന ആളാട്ടോ. എന്നിട്ട് മുഖം കാണിക്കൂല. എന്റെ പുറത്തുള്ള കൊച്ചാണ്.
എന്തൊരു മുടിയായി, ഭയങ്കര അതിശയാട്ടോ. ഇനി മുടി ഇതിന്റെ ഇരട്ടി ഞാൻ കുറച്ച് വാല് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി കുറെ നീണ്ടി ഇവിടെ കട്ട് ചെയ്ത് ഇവിടേക്ക് നല്ല തിക്കുണ്ട്. അപ്പൊ ശരിയാണ്. ഈ മോളെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. മോളെ കുഞ്ഞി പച്ചാട്ടെ, ഈ മോളെ നിർബന്ധിച്ച മുഖം കാണിക്കണം. നിങ്ങൾ എപ്പോഴും പറയില്ല കഴിഞ്ഞ ദിവസമൊക്കെ എല്ലാരും കൂടി കുറയുന്ന കാണിക്കാനുള്ളൂ. അപ്പൊ ഇതിനെ ഞാൻ ബലമായിട്ട് പിടിച്ചു നിർത്തിയതാ. ഫ്രിസി ഹെയർ. ഇതിപ്പോ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ട് എന്നിട്ടാട്ടോ ഇത്രയും. പക്ഷെ എന്റെ കൈ ഇപ്പൊ തൂക്കിയിട്ട് അവിടെ ഈ കൊച്ചിന് വേദന എടുക്കണം. കാരണം ഈ കൈ കണ്ട കിടക്കുന്നത്. അപ്പൊ യേശുവിന്റെ കൃപയാല ഈ ഹെയർ പരസ്യത്തിന് വരുന്ന ഹെയർ ആണ്. അതിന്റെ അതിമനോഹരമായ കാഴ്ചയാണ്. മുടിയൊന്നും ഫ്രണ്ടിലൊക്കെ ഒത്തിരി കുറവാട്ടോ. ഇവിടെ മുടിയെന്ന് പറഞ്ഞ സംഭവമില്ല. അതിപ്പോ ഈ കൊച്ചിന് തന്നെയല്ല, ന്യൂജനും ഒന്നിനുമില്ല. എപ്പോഴും പേരൻസും പിള്ളേരും ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത്. ഹെൽത്തി അല്ലെങ്കിൽ കാണുന്ന അസുഖമൊക്കെ കയറി പിടിക്കും. അസുഖം വന്നിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കി സമ്പത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ ക്രിസ്തുവേശു മുഖാന്തരം നമുക്ക് ലോകത്തിൽ ജയാളിയാകും. ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അസുഖം കൊണ്ടുവരുന്ന യേശു അല്ല. നമ്മൾ ആരോഗ്യം നോക്കാണ്ടിരുന്നാണ് നമുക്ക് അസുഖങ്ങൾ തന്നെ. ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നന്നായിട്ട് വേണം. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇത് ഇങ്ങനെ അടിയിൽ ഇച്ചിരി കേളിട്ടാണ് ചെയ്ത് ഒരു പൊടിക്ക് കേളുമായിട്ട്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ കേടാക്കുവാണെങ്കിൽ നന്നായിട്ട് കേട് കിട്ടുവേ. പെർമനന്റ് ബ്ലോഡർ ആശാത്തി അമ്മയ്ക്ക് നിവറിന്റെ ഇഷ്ടം. മോക്ക് ഇച്ചിരി കേടാക്കിയ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു കേട്, നല്ല ആദ്യം കണ്ടില്ലായിരുന്നു, നല്ല കേടുള്ള മുടിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കിട്ടും. നല്ല മുടിയാ. ഇനി ഇത് നന്നായിട്ട് പരിപാലിച്ചാൽ മതി. മുടി നല്ല കനമുള്ള മുടിയാ. അപ്പൊ നല്ല മുടിയാണ്. നന്നായിട്ട് പരിപാലിച്ചാല് ഇത് നല്ല കട്ടിക്ക് തിക്നെസ് ഉണ്ടാകുന്ന മുടിയാണ്. മുടിയാണ്ട് എന്റെ മണം നല്ല തിക്നെസ് ഉള്ളതല്ലേ. കട്ടിയുള്ള മുടിക്ക് ഭയങ്കര തിക്നെസ് ഉള്ള മുടിയാ. കട്ടിയുള്ള മുടിക്ക് ശരിക്കും ഭയങ്കര തിക്നെസ് പണ്ട് പോലെ തന്നെയാ. അപ്പൊ ഇതിന്റെ ഡ്രൈനെസ് ഇപ്പൊ ഇല്ല. ആദ്യം കൈ എണ്ണിട്ടിട്ട് അവിടെ തൂങ്ങിടക്ക് വന്നു. ഇപ്പൊ ഡ്രൈനെസ് ഇല്ല. ഈ ഷാമ്പൂ കണ്ടീഷണർ സിറോ ഒക്കെ ഇട്ട് ഭയങ്കര സോഫ്റ്റ് ആക്കി ഇങ്ങനെ കൊണ്ടുവരണം മതി കേട്ടോ. ഇങ്ങോട്ട് ഇതുപോലെ നല്ല ചെറിയൊരു വേഴ്സ് ആയിട്ട് ചെറിയൊരു വേഴ്സ് കൊണ്ട് ഇന്ന് പറഞ്ഞാൽ അപ്പൊ ചെറിയൊരു കേളാക്കി നല്ല രസമായിട്ട് ചെറിയൊരു കേളായിട്ട് ഇങ്ങനെ കിടക്കുമ്പോ എല്ലാ മുടിയിലും ഇതിനെ ആക്കാൻ പറ്റൂല കേട്ടോ. എല്ലാം മുടിക്കേ പറ്റുള്ളൂ. റെയർ ആയിട്ടുള്ള മുടിക്കേ പറ്റുള്ളൂ. നീളം ഇത്രയൊക്കെ ഉള്ളതിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ കൊച്ചെ ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടു ആ കൊച്ചു തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടോ. ശരി എന്നാ.